നമസ്കാരം. നടാഷ ഹാർമൺ അതൊന്നും നടക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതും ജോഷുവ നടാഷയോട് പറഞ്ഞു, മിസ് ഹാർമൺ, അത് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഇവിടെ ഞാൻ പറയുന്നതാണ് നിയമം. ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. ജോഷ ശരിക്കും ധിക്കാരത്തോടുകൂടി അങ്ങനെ പറഞ്ഞതും നടാഷ ജോഷയോട് പറഞ്ഞു, ഏയ് ജോഷ, അത് പറയാൻ ഇത് ഹമ്മറിലെ അല്ല, ഇത് ഹാർമൺ കുടുംബത്തിന്റെ സ്ഥലമാണ്. നടാഷ അങ്ങനെ പറഞ്ഞുകൊണ്ട് മേശയിൽ ആഞ്ഞടിച്ചു. ആ നിമിഷം ആ ബിൽഡിങ്ങിന്റെ പല ഭാഗത്തു നിന്നായിട്ട് ഒത്തിരിയേറെ ഗാർഡുകൾ അകത്തേക്ക് വന്നു. ഏറ്റവും മുമ്പിലെത്തിയത് ചാപ്മാനാണ്. ചാപ്മാനെ കണ്ടതും നടാഷ ചാപ്മാനോട് പറഞ്ഞു, ഇവിടെ ക്ഷണിക്കപ്പെടാത്ത ചില അതിഥികൾ എത്തിയിരിക്കുകയാണ്, ഇവരെ അങ്ങ് ഒഴിവാക്കുക. കേൾക്കേണ്ട താമസം ചാപ്മാൻ ഒന്ന് കൈവീശി മുന്നോട്ട് നീങ്ങുകയാണ്. ചാപ്മാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഫൈറ്റിൽ ആ ചക്ക് ബസ്റ്ററുടെ കയ്യിൽ നിന്ന് കാര്യമായി തല്ല് കിട്ടിയത് കൊണ്ട് പരിക്കുണ്ട്. ആ പരിക്ക് ഒന്ന് ഭേദമായി വരുന്നേ ഉള്ളൂ. എന്നാലും വീട്ടിൽ അതിക്രമിച്ച് കയറുന്ന ആളുകളെ നേരിടാൻ അയാൾ ബാധ്യസ്ഥനാണ്. അയാൾ കൈയൊന്ന് ഉഷാറാക്കി മുന്നോട്ടൊന്ന് നീങ്ങിയതും ചാപ്മാൻ ശരിക്കൊന്ന് ഞെട്ടുകയാണ്. കാരണം അയാളിൽ നിന്ന് ഏകദേശം 10 അടിയോളം ദൂരത്തിൽ നിന്ന് ജോഷുവ ഇപ്പോ അവന്റെ കണ്ണിന്റെ മുന്നിൽ നിൽക്കുകയാണ്. എപ്പോഴാണ് ജോഷുവ ആ ദൂരം കടന്നതെന്ന് മാത്രം ചാപ്മാന് മനസ്സിലായില്ല. ചാപ്മാന്റെ കണ്ണിന് തൊട്ടു മുമ്പിൽ ജോഷുവ കണ്ട ചാപ്മാൻ ഒന്ന് കിടുങ്ങി. ആ നിമിഷത്തിന് ജോഷുവ വലത് കാൽ ഉയർത്തി മുട്ടുകൊണ്ടൊരൊറ്റ ഇടിയേറ്റ ചാപ്മാൻ ആ സ്പോട്ടിൽ നിന്ന് ശരിക്കും ആകാശത്തേക്ക് ഉയർന്ന് പൊങ്ങി തൊട്ടു പുറകിലുള്ള ടേബിളിന്റെ പുറത്തുകൂടി താഴേക്ക് വീണു. ഇതൊക്കെ അതിവേഗതയിലാണ് സംഭവിക്കുന്നത്. ജോഷ ഹമ്മറിന്റെ ആ ആക്ഷൻ നടാഷയും ചാപ്മാനെയും ഒന്ന് അമ്പരപ്പിച്ചപ്പോ ചാപ്മാന്റെ കൂടെ എത്തിയ ഗാർഡുകൾ ഒന്നിച്ച് ജോഷ നേരിടാനായി മുന്നോട്ട് കുതിച്ചു. ആ ടീം ഒന്നിച്ച് മുന്നോട്ട് കുതിക്കുമ്പോ ജോഷ അയാളുടെ കൈ ഒന്നിങ്ങനെ വീശുകയാണ്. ജോഷ കൈ വീശിയതും ആ കൈയുടെ വീശലിനൊപ്പം പെട്ടെന്ന് ഒരു കാറ്റുണ്ടായി. ആ കാറ്റ് ശരിക്കും പവർഫുള്ളായി മുന്നോട്ട് ഒരു ആയുധം പോലെ നീങ്ങുന്നതും ജോഷയുടെ അടുത്തേക്ക് കുതിക്കുകയായിരുന്ന 10ഓളം വരുന്ന ആ ഗാർഡുകൾ ഒന്നിച്ച് പുറകോട്ട് തെറിക്കുന്നതും തറയിൽ വീണ് കിടക്കുന്ന സ്റ്റീഫൻ ചാപ്മാൻ കൃത്യമായി കണ്ടു. ജോഷ ആ ബോഡി ഗാർഡുകളുടെ പുറത്ത് തൊട്ടിട്ടില്ല. ജോഷയും ആ ബോഡി ഗാർഡുകളും തമ്മിൽ ഏകദേശം ഒരു 10 അടി വ്യത്യാസമുള്ളപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. 10 അടി ദൂരെ നിന്നിരുന്ന 10ഓളം ഗാർഡുകളെ അവിടെ പുറത്തു പോലും തൊടാതെ ജോഷുവ നിലം പതിപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും 50 വയസ്സ് സ്റ്റീഫൻ ചാപ്മാൻ തറയിന്ന് എണീക്കാതെ തന്നെ ജോഷുവോട് ചോദിച്ചു, സാർ, അങ്ങ് ഡിവിനിറ്റി നേടിയോ? അതൊരു ചോദ്യമാണ്. സാധാരണ മാർഷൽ ആർട്ടിസ്റ്റുകൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റ് ആവും. ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റും സാധാരണ ആർട്ടിസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. സാധാരണ മാർഷൽ ആർട്ടിസ്റ്റുകൾ അവരുടെ ബോഡിയുടെ ശക്തിയാണ് എതിരാളിക്ക് നേരെ ഉപയോഗിക്കുക. ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റ് ആകുമ്പോൾ ഇന്റേണൽ എനർജി ഉപയോഗിച്ച് അവർക്ക് പുറത്തുള്ള എനർജിയെ, പുറത്തുള്ള വസ്തുക്കളെ അവരുടെ യുക്താനുസരണം ചലിപ്പിക്കാൻ പറ്റും. ഇവിടെ ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റായി മാറിക്കഴിഞ്ഞ ജോഷുവ ഹമ്മർ അയാൾക്ക് ചുറ്റുമുള്ള വായുവിനെ ഒരു ആയുധമായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. സ്റ്റീവൻ ചാപ്മാൻ ആ ചോദ്യം ചോദിച്ചതും ജോഷുവ ഒന്ന് ചിരിച്ചു. ഹേയ്, നിനക്ക് കുറച്ച് ധാരണയുണ്ടല്ലോ. എന്തായാലും നീ കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ ഇനി വളച്ചു കിട്ടുന്നില്ല. നടാഷ ഒരു കൂട്ടക്കൊല ഒഴിവാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നോടൊപ്പം വാ. തന്റെ മുന്നിൽ നടന്ന കാര്യങ്ങൾ നടാഷ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോ അവൾ ജോഷുവ ഹമ്മറിനൊപ്പം ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല എങ്കിൽ അവിടെ ഒരു കൂട്ടക്കൊല നടക്കുമെന്ന് 100% ഉറപ്പാണ്. ആ ധാരണ നടാഷയുടെ മനസ്സിലേക്ക് വന്നതും നടാഷ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കുകയാണ്. ശരിക്കും അയൺ ലേഡി തന്നെയാണ് നടാഷ ഹാർമൺ. ആ അവസരത്തിലും ഒരു സെന്റിമീറ്റർ പോലും തല കുനിക്കാതെ തല ഉയർത്തിപ്പിടിച്ചുള്ള ആ നടാഷയുടെ നടത്തം അവളുടെ ആ അയൺ ലേഡി സ്വഭാവത്തെ കാണിക്കുന്നത് തന്നെയാണ്. ആ നിമിഷത്തിൽ ജോഷുവ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കത്ത് വലിച്ചെടുത്തു. ആ കത്ത് പുറത്തേക്ക് നടക്കുമ്പോൾ ജോഷുവ ഇടത് കൈകൊണ്ട് ഒരൊറ്റയേറി. താഴെ തറയിൽ കിടക്കുന്ന സ്റ്റീഫനും ബോഡി ഗാർഡുകൾക്കും ആ കാഴ്ച കാണാം. ആ കത്ത് അന്തരീക്ഷത്തിലുള്ള പറന്ന് വാതിൽ ഇങ്ങനെ തറച്ചു കയറുന്നത്. ആ മുറിയിലെ വാതിലുകളുടെ പാളികൾക്കിടയിലേക്ക് കൃത്യമായിട്ടും ആ കത്ത് തറച്ചു കയറുകയാണ്. വല്ലാത്തൊരു സൂക്ഷ്മത ജോഷയ്ക്ക് ഉണ്ടെന്ന് ആ എറി സൂചിപ്പിക്കുകയാണ്. ജോഷയും കൂട്ടരും പുറത്തേക്ക് പോയി കഴിഞ്ഞതും സ്റ്റീവൻ ചാപ്മാൻ വിവരം ജെസിക്കയും റൂത്തിനെ അറിയിച്ചു. ജെസിക്കയും റൂത്തും ആ മുറിയിലേക്ക് ഓടിയെത്തുമ്പോൾ ബോഡി ഗാർഡുകളും സ്റ്റീവൻ ചാപ്മാനും ഒക്കെ ഒരു പരുവത്തിൽ കിടന്ന സ്ഥലത്ത് നിന്ന് എണീക്കുകയാണ്. എഡ്വിൻ ഹമ്മറുടെ മകൻ ജോഷുവ ഹമ്മർ അവിടെ വന്നിരുന്നുവെന്നും നടാഷയെ അവർ കൊണ്ടുപോയെന്നും സ്റ്റീവൻ പറയുന്നതോടൊപ്പം തന്നെ വാതിൽക്കിലേക്ക് സ്റ്റീവൻ വിരൽ ചൂണ്ടി. ആ വാതിലിൽ ഒരു പേപ്പർ ഇങ്ങനെ തറച്ചു നിൽക്കുകയാണ്. ജെസിക്ക ആ പേപ്പർ വലിച്ചെടുത്തു. അതിനകത്ത് ഒരു വാചകമുണ്ട്. ഇന്ന് രാത്രി 8 മണിക്ക് ഹമേഴ്സ് ബംഗ്ലാവിൽ ഡസൻ റൈസ് ഇമോർട്ടലിന്റെ കുറുപ്പടിയുമായി എത്തണം. എത്തിയില്ലെങ്കിൽ നടാഷ
പിന്നെ ഉണ്ടാകില്ല. ശരിക്കും ശക്തമായ ഒരു ഭീഷണിയാണ് ആ കത്തിലൂടെ ജോഷുവ ഹമർ നടത്തിയിരിക്കുന്നത്. നടാഷ ഹാർമണെ അപായപ്പെടുത്താൻ എഡ്വിൻ ഹമർ ശ്രമിക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ആ കാര്യം റൂത്തിനും ജെസ്സിക്കും അറിയാം. റൂത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ ജെസ്സിക്ക പെട്ടെന്ന് സ്റ്റീവനോട് പറഞ്ഞു, സ്റ്റീവൻ ഫാക്ടറിയിൽ നിന്ന് ഷാഡോ 5 വിളിക്കും. ഹാർമൺ ഫാക്ടറിയിൽ ഇമോട്രോണുളിന്റെ ഉൽപാദനം തുടങ്ങിയ സമയത്ത് അവിടുത്തെ വൈസ് പ്രസിഡന്റിനെയും മാനേജറൊക്കെ നടാഷ പുറത്താക്കിയിരുന്നു. ആ സമയം മുതൽ ആ ഫാക്ടറി കാക്കാനായി മിൽസ്ബർഗിലെ ഹാർമൺ കുടുംബത്തിൽ നിന്ന് ഷാഡോ 5 എന്ന രഹസ്യ സേനയെ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. ആ സേനയെ വിളിക്കാനാണ് ഇപ്പോ ജെസ്സിക്ക സ്റ്റീവനോട് പറഞ്ഞത്. സ്റ്റീവൻ ഷാഡോ 5 കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ജെസ്സിക്ക റൂത്തിനോട് പറഞ്ഞു, റൂത്ത് ഡസ്റ്റിനെ വിളിക്കും. ജെസ്സിക്ക പറഞ്ഞ അനുസരിച്ച് റൂത്ത് ഡസ്റ്റിനെ വിളിച്ചു. ഡസ്റ്റിൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ റൂത്തിനടുത്തെത്തി. റൂത്തിനടുത്ത് ഡസ്റ്റിൻ എത്തുമ്പോഴാണ് കഥ പൂർണ്ണമായിട്ട് അറിയുന്നത്. നടാഷ ഹാർമണെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. സ്റ്റീവൻ ചാപ്മാനെയും കൂടെയുള്ള ആളുകളെയും നിഷ്പ്രയാസമാണ് ജോഷുവ തോപ്പിച്ചത്. സ്റ്റീവൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ആ ജോഷുവ ഒരു ഡിവൈൻ ആർട്ടിസ്റ്റ് ആണ്. സ്റ്റീവൻ ശരിക്കും ഭയത്തോടു കൂടിയാണ് ഡസ്റ്റിനോട് അങ്ങനെ പറഞ്ഞത്. അത് കേട്ടപ്പോ ഡസ്റ്റിൻ ഒന്ന് ചിരിച്ചു. ഡസ്റ്റിൻ ഒന്ന് ചിരിക്കുമ്പോഴാണ് ഫാക്ടറിയിൽ നിന്ന് ഷാഡോ 5 അങ്ങോട്ട് വന്നത്. ഷാഡോ 5 അവിടെ എത്തിയതും ജെസ്സിക്ക ഷാഡോ 5 ലീഡറോട് പറഞ്ഞു, ഇൻഗ്രിഡ്, ഇത് ഡസ്റ്റിൻ. ഡസ്റ്റിൻ കൂടി നിങ്ങളോടൊപ്പം വരും. ജെസ്സിക്ക ഡസ്റ്റിനെ ചൂണ്ടി ഇൻഗ്രിഡോട് അങ്ങനെ പറഞ്ഞതും ഇൻഗ്രിഡ് ജെസ്സിക്കയോട് പറഞ്ഞു, മിസ്സസ് ഹാർമൺ, ഇതെങ്ങനെ ശരിയാകും? ഞങ്ങള് ഒരു മിഷന് പുറപ്പെടുകയല്ലേ. മിസ് ഹാർമണെ രക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ടാർഗറ്റ്. അതിനിടയിൽ ഇതുപോലൊരാളെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധ പതറിപ്പോവും. അയാളെ കൂടി രക്ഷിക്കാനായി നമ്മൾ ശ്രമിക്കേണ്ടി വരും. ഇൻഗ്രിഡ്, ഡസ്റ്റിനും നന്നായി ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. ഡസ്റ്റിനും നന്നായി ഫൈറ്റ് ചെയ്യുന്ന ആളാണെന്ന് ജെസ്സിക്ക പറഞ്ഞതും ഇൻഗ്രിഡും അവളുടെ കൂടെയുള്ള ഷാഡോ 5 ആ ഫൈറ്റേഴ്സും ഒന്നിച്ചെങ്ങ് ചിരിച്ചു പോവുകയാണ്. അവർ പോലും അറിയാതെ അവർ പൊട്ടി ചിരിച്ചു പോയതാണ്. ചിരിച്ചുകൊണ്ട് ഇൻഗ്രിഡ് പറഞ്ഞു, മിസ് ഹാർമൺ ക്ഷമിക്കണം, ഞങ്ങൾക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ല. ജെസ്സിക്കയോട് ഇൻഗ്രിഡ് അങ്ങനെ പറഞ്ഞപ്പോ ജെസ്സിക്ക ഇൻഗ്രിഡിനോട് പറഞ്ഞു, ഇൻഗ്രിഡ്, ഡസ്റ്റിൻ കൂടി അവിടെ ഹമസ് ബംഗ്ലാവിൽ ചെല്ലണമെന്ന് വ്യക്തമായും അവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡസ്റ്റിൻ നിങ്ങളോടൊപ്പം വരും. ഓക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഇൻഗ്രിഡ് ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റിൻ, മിസ്സസ് ഹാർമൺ ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് നിരസിക്കാൻ പറ്റില്ല. നീ ഞങ്ങളുടെ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഞങ്ങൾക്ക് പണിയുണ്ടാക്കരുത്. അടങ്ങി ഒതുങ്ങി ഞങ്ങളുടെ പുറകിൽ നിന്നോളാം. ഒരു കാരണവശാലും മുന്നിലേക്ക് കയറരുത്. ഇൻഗ്രിഡും അവൾക്കൊപ്പമുള്ള ആ ഫൈറ്റേഴ്സും ശരിക്കും ആത്മവിശ്വാസത്തിലാണ്. ഇതുപോലുള്ള മിഷനുകൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവർ യഥാർത്ഥത്തിൽ ട്രെയിൻഡ് ആയിരുന്നത്. പക്ഷെ അത്യാവശ്യമായിട്ട് ഫാക്ടറിയുടെ സംരക്ഷണ ചുമതലയ്ക്ക് അവർ വിളിച്ചതുകൊണ്ടാണ് മിൽസ്ബർഗിൽ ആ ടീം ഇവിടെ സ്വിൻഡറിൽ എത്തിയത്. സ്വിൻഡറിലേക്ക് അവർ വന്നതുകൊണ്ട് ഇതാ ഒരു ഗുണമുണ്ടായിരിക്കുകയാണ്. നടാഷയെ രക്ഷിക്കാനുള്ള മിഷന്റെ ഭാഗമാകാൻ അവർക്ക് ഇതാ അവസരം കിട്ടിയിരിക്കുന്നു. ആ അവസരത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഇൻഗ്രിഡിനും കൂടെയുള്ളവർക്കൊക്കെ ശരിക്കും ഒന്ന് സന്തോഷം വരികയാണ്. നല്ല ഫൈറ്റേഴ്സ് ആണ് ആ ടീം. അതിൻ്റെതായ ഒരു സന്തോഷമാണ് അവർ കാണിക്കുന്നത്. രാത്രി 8 മണി, കുന്നൻ മുകളിലുള്ള എഡ്വിൻ ഹമറുടെ വില്ല. ആ വില്ലയുടെ മുന്നിൽ ഒരു വലിയ തീക്കുണ്ടം കൂട്ടിയിട്ടിരിക്കുകയാണ്. നന്നായി തീ ഇങ്ങനെ എരിയുകയാണ്. എരിയുന്ന ആ തീയിൽ 2-3 ഇരുമ്പ് തൂണുകളുണ്ട്. ആ തൂണിൽ ഒരു ആടിനെ തൊലി ഉരിച്ച് മസാലയൊക്കെ തേച്ച് അങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ മുഴുവൻ ആടിനെ ഒന്നിച്ച് പൊരിക്കുകയാണ്. ആ കാഴ്ച കണ്ടുകൊണ്ട് കുറച്ച് ചെറുപ്പക്കാർ ചുറ്റും നിൽക്കുകയാണ്. ഈ തീക്കുണ്ടത്തിൽ നിന്ന് കുറച്ച് വലത്തോട്ട് മാറി ഒരു പട്ടിക്കൂടുണ്ട്. ഒരു വലിയ പട്ടിക്കൂടാണ്. ആ പട്ടിക്കൂടിന്റെ വാതിൽ ചാരിയിരിക്കുകയാണ്. ചാരിയിരിക്കുന്ന വാതിലിൽ ഒരു ചങ്ങല കെട്ടിയിട്ടുണ്ട്. ആ ചങ്ങലയുടെ മറ്റേ അറ്റം തീക്കൂട്ടത്തിനടുത്ത് ഒരു കസേരയിലിരിക്കുന്ന ലോസൺ ഫ്ലെച്ചറുടെ കയ്യിലാണ്. ലോസൺ ഫ്ലെച്ചറുടെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് 2 ചെറുപ്പക്കാരിരിപ്പുണ്ട്. ആ 3-അംഗ ടീമിന്റെ പുറകിലായി ശരിക്കും ശക്തരായ ഒത്തിരി ആളുകൾ നിൽക്കുകയാണ്. എല്ലാം കൂടി 50ഓളം ആളുകൾ അവിടെ ഉണ്ട്. അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അവൻ വരുമോ? അവനെങ്ങനെ വരിക? അവൻ വന്നാൽ അവന് ജീവനോട് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. ഡസ്റ്റിൻ റൈസിനെ കുറിച്ചാണ് സംസാരം. അവൻ വന്നില്ലെങ്കിൽ നടാഷ കൊല്ലപ്പെടില്ലേ? അത് ഒഴിവാക്കാനായി അവൻ വന്നാലോ? നടാഷ കൊല്ലപ്പെടാതിരിക്കാൻ അവൻ വന്ന് അവന്റെ ജീവൻ കളയൂ? പല ശൈലിയുള്ള സംഭാഷണം വരികയാണ്. പക്ഷെ അവൻ വന്നില്ലെങ്കിൽ അവന്റെ കുടുംബം മുഴുവൻ തീരില്ലേ? അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് ഒരു കാറ് ആ കുന്നിൻ മുകളിലേക്ക് കയറി വരുന്ന ശബ്ദം അവർ കേട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കാറ് അവർക്ക് കാണാം. ആ ഇരുട്ടത്ത് കുന്നിന്റെ മുകളിലേക്ക് ആ കാറ് കയറി വരുമ്പോൾ അതിന്റെ ലൈറ്റാണ് ആദ്യം കാണുന്നത്. അല്പസമയം കഴിഞ്ഞതും ആ കാറ് കുന്നിന് മുകളിലെത്തി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു. സകലരും കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതിനകത്തുനിന്ന് സാക്ഷാൽ ഡസ്റ്റിൻ റയസ് പുറത്തിറങ്ങി. അയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഡസ്റ്റിൻ റയസ് ഒറ്റയ്ക്ക് അവരുടെ നേരെ നടക്കുകയാണ്. ലോസൺ ഫ്ലെച്ചറും ടീമും ഇരിക്കുന്ന ആ തീക്കൂട്ടത്തിന് സമീപത്തേക്ക് നടന്നു വരുന്ന ഡസ്റ്റിനെ കണ്ടതും ആ ആൾക്കൂട്ടം അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഇവൻ ആള് കൊള്ളാലോ, ശരിക്കും ഇവന് ധൈര്യമുണ്ട്. കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട്
അവൻ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് കയറി വരുന്നത്? അങ്ങനെ ആ ടീമംഗങ്ങൾ പറഞ്ഞതും ലോസൺ ഫ്ലെച്ചർ ഉറക്കെ ഡസ്റ്റനോട് പറഞ്ഞു, ഡസ്റ്റൻ, നീ തീർന്നടാ. കാറിന്റെ അടുത്തുനിന്ന് ആ തീക്കുണ്ടത്തിന് നേരെ നടന്നു വരുന്ന ഡസ്റ്റിൻ ഏകദേശം പകുതി വഴിയിൽ എത്തിയപ്പോ തന്നെ ലോസൺ ഫ്ലെച്ചർ ഉറക്കെങ്ങ് പറഞ്ഞു പോവുകയാണ്. ലോസൺ ഫ്ലെച്ചർക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ റിങ്ങിൽ വെച്ച് ഡസ്റ്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ അടി മറക്കാൻ പറ്റില്ല. അന്ന് മുതൽ ലോസൺ ഫ്ലെച്ചർ ഡസ്റ്റിനെ തീർക്കാനുള്ള പദ്ധതി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു പരിപാടി കിട്ടുന്നത്. ജോഷുവ എത്തിയതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് അതിന് ധൈര്യം ഉണ്ടായത്. ലോസൺ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ ലോസനോട് പറഞ്ഞു, ലോസൺ, നടാഷയെ മോചിപ്പിക്കേ. വളരെ ഉറക്കെയുള്ള ഡസ്റ്റിൻ റൈസിന്റെ ആ വാചകം കേട്ടതും ലോസൺ ആ ടീമംഗങ്ങളോട് പറഞ്ഞു, കൊല്ലവനെ. കേൾക്കേണ്ട താമസം തീക്കുണ്ടത്തിന്റെ അടുത്ത് നിന്നിരുന്ന ആ ടീം ഒന്നടങ്കം ഒന്ന് റെഡിയായി. അവർ മുന്നോട്ട് കുതിച്ചതും പെട്ടെന്നാണ് ഇരുട്ടത്തുനിന്ന് ഒത്തിരി ആളുകൾ അകത്തേക്ക് വന്നത്. ഡസ്റ്റിൻ റൈസിന്റെ മുന്നിലേക്ക് ഓടിയെത്തിയ ഇൻഗ്രിഡ് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, പുറകോട്ട് മാറി നിൽക്ക്, ഇനി ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഡസ്റ്റിൻ റൈസിന്റെ കാറ് മുകളിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ താഴെ നിന്ന് ഇൻഗ്രിഡും അവളുടെ ഷാഡോ ടീമംഗങ്ങളും മുകളിലേക്ക് കയറിയിരുന്നു. അവർ ആ വീടിന്റെ താഴെ മരങ്ങൾക്കിടയിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. ഡസ്റ്റിൻ എത്തിയപ്പോൾ അവരിതാ രംഗത്ത് വന്നതാണ്. ഇൻഗ്രിഡിനെയും അവളുടെ ടീമുകളെയും കണ്ടതും ലോസൺ ഒന്ന് ചിരിച്ചു. ഓ ഡസ്റ്റിൻ, നീ ഒറ്റയ്ക്കല്ലേ, ഷാഡോ ഗാർഡുകൾ ഉണ്ടല്ലോ, നന്നായി. ലോസൺ ഫ്ലെച്ചറുടെ ആ വാചകത്തിന് മറുപടി പറഞ്ഞത് ഇൻഗ്രിഡാണ്. ഏയ്, നടാഷയെ മോചിപ്പിക്കേ. ഇൻഗ്രിഡിന്റെ ആ വാചകത്തിന് മറുപടി കൊടുത്തുകൊണ്ട് ഹമ്മറുടെ ആ ടീമംഗങ്ങൾ ഇൻഗ്രിഡ് നേരെ കുതിച്ചു. ഇൻഗ്രിഡും അവൾക്കൊപ്പമുള്ള ഷാഡോ ഗാർഡുകളും ഒരു ഭാഗത്തും ഹമ്മറുടെ ടീമംഗങ്ങൾ മറുഭാഗത്തുമായി ഒരു യുദ്ധം തന്നെ തുടങ്ങുകയാണ്. അതിശക്തമായ ഒരു ഫൈറ്റാണ് അവിടെ ഉണ്ടായത്. ആ ഫൈറ്റ് ഇങ്ങനെ നടക്കുമ്പോൾ ഇൻഗ്രിഡിന്റെയും ടീമിന്റെ പുറകിൽ ഡസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. ഹമ്മറുടെ ടീമിന്റെ പുറകിലായി കസരിട്ട് ഇരിക്കുകയാണ് ലോസൺ ഫ്ലെച്ചറും അയാൾക്കൊപ്പം രണ്ട് ചെറുപ്പക്കാരും. ആ മൂന്നംഗ ടീമിന് പുറകിലായി ഒരു ഡസനോളം ആളുകൾ അങ്ങനെ വെറുതെ നിൽക്കുകയാണ്. അവരൊന്നിലും പങ്കെടുക്കുന്നില്ല. ഈ സമയത്തും ലോസൺ ഫ്ലെച്ചറുടെ കയ്യിൽ ആ ചങ്ങലയുണ്ട്. ലോസൺ ഫ്ലെച്ചർ നേതൃത്വം കൊടുക്കുന്ന ഹമ്മറുടെ ഗുണ്ടകൾ ശക്തരാണെങ്കിലും ഹാർമൺ കുടുംബം രഹസ്യമായി റിക്രൂട്ട് ചെയ്ത് സംരക്ഷിക്കുന്ന ഷാഡോ ഗാർഡുകൾ അവരെക്കാൾ അനവധി സ്റ്റെപ്പ് മുകളിലാണെന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് ആയപ്പോൾ ലോസൺ ഫ്ലെച്ചർക്ക് മനസ്സിലായി. ലോസൺ അത് കാണാം, ഹമ്മറുടെ ഗുണ്ടകളെ ഇൻഗ്രിഡിൻ ടീമും അരിഞ്ഞു തള്ളുന്നത്. ഏകദേശം 5 മിനിറ്റ് ആയപ്പോൾ ഹമ്മറുടെ ടീമിലെ 50ഓളം ആളുകൾ താഴെ വീട് കഴിഞ്ഞു. ഇൻഗ്രിഡിൻ ടീമിൽ കൊല്ലപ്പെട്ടത് ഒരേ ഒരാളാണ്. 5ഓളം ആളുകൾക്ക് പരിക്കേറ്റു. ഹമ്മറുടെ ടീമുമായി താരതമ്യം ചെയ്താൽ അവർക്കുണ്ടായ നഷ്ടം വളരെ വളരെ നിസ്സാരമാണ്. തങ്ങളെ ആക്രമിച്ച 50ഓളം ഗുണ്ടകളെ അരിഞ്ഞ് താഴെ വീഴ്ത്തി കഴിഞ്ഞതും ഇൻഗ്രിഡ് ആകാശത്തിലേക്ക് ചാടി ഉയർന്ന് ലോസന്റെ മുമ്പിലെത്തി. ലോസനോടായി ഇൻഗ്രിഡ് പറഞ്ഞു, നടാഷയെ മോചിപ്പിക്കേ. അങ്ങനെ ഇൻഗ്രിഡ് പറഞ്ഞതും ലോസൺ അയാളുടെ കയ്യിലിരുന്ന ആ ചങ്ങലങ്ങ് വലിച്ചു. ആ ചങ്ങല വലിച്ചതും വലതു ഭാഗത്തുണ്ടായിരുന്ന ആ പട്ടിക്കൂടിന്റെ ഡോറങ്ങ് തുറന്നു. ഇപ്പോ നമുക്ക് ആ കാഴ്ച കാണാം. അകത്ത് ഒരു സ്ത്രീയുണ്ട്. പട്ടിയെ കൂട്ടിലിട്ടിരിക്കും പോലെ ഒരു സ്ത്രീയെ കൂട്ടിലിട്ടിരിക്കുകയാണ്. അമ്പരന്ന് പോയ ഇൻഗ്രിഡ് നേരെ ആ കൂട്ടിനടുത്തേക്ക് ഓടി. കൂടിനടുത്തേക്ക് ഇൻഗ്രിഡ് ഓടിയെത്തിയതും പുറത്തേക്ക് ആ സ്ത്രീ ഇറങ്ങിയതും അവരുടെ വലത് കൈ ഒന്ന് മുന്നോട്ടായതും ഒരേ നിമിഷത്തിലാണ്. വലത് കൈ മുന്നോട്ടായതും ആ കയ്യിൽ നിന്ന് കുറച്ച് പൊടി ആ കൂടിനടുത്തേക്ക് ഓടി വന്ന ഇൻഗ്രിഡിന്റെ മുഖത്തേക്ക് വന്നു. ശരിക്കും അപ്രതീക്ഷിതമായിട്ടാണ് ആ പൊടി ഇൻഗ്രിഡിന്റെ മുഖത്തേക്ക് വന്നത്. ആ പൊടി അക്ഷരാർത്ഥത്തിൽ മാരകമായ കെമിക്കലാണ്. അത് കണ്ണെ വീണാൽ ആ നിമിഷം കാഴ്ച പോകും. ശരിക്കും ഒരു ചതുവാണ് അവിടെ നടന്നത്. ആ പൊടി മുന്നോട്ടെറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ സ്ത്രീയെ അപ്പോഴാണ് നമ്മൾ കാണുന്നത്. നടാഷ ഹാർമണാണ് കൂടിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. നടാഷ എന്ന് ഇൻഗ്രിഡ് വിളിക്കാൻ തുടങ്ങുമ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് അവളുടെ മുഖം അങ്ങ് വലിച്ചു മാറ്റുകയാണ്. മുഖത്തുണ്ടായിരുന്ന നടാഷയുടെ ആ ആവരണം മാറി. ഈ നിമിഷത്തിൽ ഇൻഗ്രിഡ് അതിവേഗം ആ പൊടിയിൽ നിന്ന് ഒഴിയുകയും ചെയ്തു. ഇൻഗ്രിഡ് ആ പൊടിയിൽ നിന്ന് ഒഴിയുന്നതിനിടയിൽ നടാഷയുടെ മുഖാവരണം അണിഞ്ഞ സ്ത്രീ അവളുടെ കയ്യിലെ വാള് ഇൻഗ്രിഡിന്റെ പുറത്തേക്ക് ആഞ്ഞു കുത്തി. ആ ഒറ്റ കുത്തിൽ ഇൻഗ്രിഡിനെ ഇല്ലാതാക്കുകയാണ് അവളുടെ ടാർഗറ്റ്. അവൾ അതിശക്തമായി കുത്തി എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മൾ കാണുന്ന കാഴ്ച മറ്റൊന്നാണ്. ഇൻഗ്രിഡിന്റെ തൊട്ടു മുന്നിൽ നടാഷയുടെ മുഖാവരണം അണിഞ്ഞ ആ സ്ത്രീയുടെ വയറിലൂടെ ഒരു വാള് കയറി ഇറങ്ങിയിരിക്കുകയാണ്. ആ വാളിന്റെ ഒരറ്റത്ത് സാക്ഷൽ ഇൻഗ്രിഡ് പിടിച്ചിട്ടുണ്ട്. ഇൻഗ്രിഡിന്റെ മുഖത്തേക്ക് ആ കെമിക്കല് വാരി വിതറി ഇൻഗ്രിഡിനെ ആക്രമിച്ച ആ സ്ത്രീ ശരിക്കും അമ്പരപ്പോടുകൂടിയാണ് ഇപ്പോ ഇൻഗ്രിഡിന്റെ മുഖത്തേക്ക് നോക്കുന്നത്. അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ ശരിക്കും അപ്രതീക്ഷിതമായിട്ടാണ് ഇൻഗ്രിഡിനെ ആക്രമിച്ചത്. ആ പൊടി വിതറിയതും വാളുകൊണ്ട് കുത്തിയതൊക്കെ അപ്രതീക്ഷിതമായിട്ടാണ്.
പക്ഷെ ആ എല്ലാ അപ്രതീക്ഷിത സംഭവങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് ഇൻഗ്രിഡ് വാള് ആ സ്ത്രീയുടെ വയറ്റിലേക്ക് കുത്തി ഇറക്കിയിരിക്കുകയാണ്. വയറിലൂടെ പൊത്ത് വാളിപ്പോ മറുഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. മറുഭാഗത്ത് വാൾ എത്തിയത് കണ്ടതും ഇൻഗ്രിഡ് ആ വാളൊന്ന് കറക്കി ഒരൊറ്റ വലി. ആ വാള് തിരിച്ച് ഇൻഗ്രിഡിന്റെ കയ്യിൽ വരുമ്പോഴേക്കും അവിശ്വസനീയമായ മുഖഭാവത്തോടുകൂടി ആ സ്ത്രീ താഴേക്ക് വീണു. അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളുടെ ടെക്നിക് പരാജയപ്പെട്ട കാര്യം അവൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ സ്ത്രീ താഴേക്ക് വീഴുന്ന കണ്ടതും ലോസം ഫ്ലെച്ചറുടെ സമീപത്തിരിക്കുകയായിരുന്ന ഒരാൾ എണീറ്റു. അയാൾ ഉറക്കെ ചിരിച്ചു. ഏയ് സുന്ദരി, നീ എന്താ ഈ കാണിക്കുന്നത്? നിന്നെ പോലൊരു സുന്ദരി ഇങ്ങനെ വാളുമായിട്ടൊക്കെയാണോ ഈ രാത്രി കറങ്ങി നടക്കേണ്ടത്? നീ വാ, എന്റെ റൂമിൽ നമുക്ക് ഒന്നിച്ച് കഴിയാം. ചിരിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞതും ഇൻഗ്രിഡ് ശരിക്കും ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. ഇൻഗ്രിഡ് മുന്നോട്ട് കുതിച്ചു. ഇൻഗ്രിഡിന് ഇനി സംസാരിക്കാൻ സമയമില്ല. ആ രക്തപുരണ്ട വാളുമായി ഇൻഗ്രിഡ് സെക്കൻഡുകൾ കൊണ്ട് ആ മനുഷ്യന്റെ മുന്നിലെത്തിയ ഇൻഗ്രിഡ് ആ വാള് കൊണ്ട് അയാൾ ആഞ്ഞു വെട്ടുകയാണ്. ഇൻഗ്രിഡ് ആ വാള് കൊണ്ട് ആ മനുഷ്യനെ ആഞ്ഞു വെട്ടിയെങ്കിലും വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇൻഗ്രിഡ് ഇന്ന് ഞെട്ടിയത്. വാളുകൊണ്ട് അവൾ വെട്ടിയ സ്ഥലത്ത് ആ മനുഷ്യയില്ല. എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാകാതെ അന്തം വിട്ട് മുന്നിലേക്ക് നോക്കുന്ന ഇൻഗ്രിഡ് പെട്ടെന്ന് ഞെട്ടി. അവളുടെ മൂട്ടിൽ ആ മനുഷ്യൻ ഒറ്റയാടി. മുമ്പിൽ നിന്ന് ആ മനുഷ്യൻ കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ തൊട്ടു പുറകിലെത്തിയതും അവളുടെ ബാക്കിൽ ആഞ്ഞടിച്ചതും അവളെ ശരിക്കും അമ്പരപ്പിച്ചിരിക്കുകയാണ്. അറിയാതെ ഇൻഗ്രിഡ് ഒന്ന് ചാടിപ്പോയി. ശരിക്കും ഒരു അടിപൊളി ഫൈറ്ററാണ് ഇൻഗ്രിഡ്. പക്ഷെ ഫൈറ്റിനിടയിൽ അവളുടെ പുറത്ത് ഒരു പുരുഷൻ ആ ശൈലി കൈവയ്ക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല. അവളുടെ ബാക്കിൽ ഒന്ന് അടിച്ചതിന് ശേഷം അയാൾ ഒന്ന് ചിരിച്ചു. കൊള്ളാലോ, നീ ആളെ സുന്ദരിയാണല്ലോ. എടി, ഞാൻ വീണ്ടും പറയുകയാണ്, നീ എന്നോടൊപ്പം വാ. ശരിക്കും ദേഷ്യം കൊണ്ട് വിറച്ചുപോയ ഇൻഗ്രിഡ് പെട്ടെന്ന് അതിവേഗം തിരിഞ്ഞു. ഇൻഗ്രിഡ് അതിവേഗം തിരിഞ്ഞപ്പോ അവിടെ പുറകിൽ നിന്ന് ആ മനുഷ്യനെ കാണാനില്ല. അയാൾ എങ്ങോട്ട് പോയി എന്ന് ഇൻഗ്രിഡ് ആലോചിക്കുമ്പോ പെട്ടെന്ന് അയാള് ഇൻഗ്രിഡിന്റെ നെഞ്ചുകൂടി ഒരു പിടുത്തം. അവളുടെ മാറിടത്തിന് പുറത്തുകൂടി കൈയിട്ട് പിടിച്ച ആ മനുഷ്യൻ ഉറക്കെ പറഞ്ഞു, ഹേയ് കൊള്ളാലോ നീ. ദേഷ്യം വന്ന ഇൻഗ്രിഡ് തിരിഞ്ഞു പോലും നോക്കാതെ ആ കത്തി കൊണ്ട് പുറകിലോട്ട് ഒരൊറ്റ കുത്ത്. ഇൻഗ്രിഡിന്റെ ഇടത് കൈയിലേക്ക് ആ വാള് വന്നതും ആ വാള് ഇടത് വശത്തോട് പുറകിലോട്ട് കുത്തിയതും ഇൻഗ്രിഡ് മുന്നോട്ട് വീണതൊക്കെ ഒരേ നിമിഷത്തിലാണ്. ഇൻഗ്രിഡിന്റെ ഇടത് കൈ പുറകിലേക്ക് വന്നപ്പോ ആ കൈയിൽ ആ മനുഷ്യൻ രണ്ട് വിരൽ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തു. ശരിക്കും ചൂണ്ടുവിരലും നടുവിരലും ഉപയോഗിച്ച് ഒരു പ്രസ്. ആ പ്രസിന്റെ ഫലമായി ഇൻഗ്രിഡിന്റെ കൈ പെട്ടെന്ന് തളർന്നതുപോലെ ഇൻഗ്രിഡിന് തോന്നി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുമ്പ് ഇൻഗ്രിഡിന്റെ കയ്യിൽ നിന്ന് ആ വാള് വീണു. അതേ സമയത്ത് ഇൻഗ്രിഡിന്റെ മുതുകിൽ അയാളുടെ മുട്ടുകാല് പതിക്കുകയും ചെയ്തു. ഇൻഗ്രിഡ് കമഴ്ന്നടിച്ച് താഴേക്ക് വീണു. ഇൻഗ്രിഡ് കമഴ്ന്നടിച്ച് താഴേക്ക് വീഴുന്ന കണ്ടതും ഷാഡോ ഗാർഡുകൾ ഒന്നിച്ചു മുന്നോട്ട് കുതിച്ചു. ഷാഡോ ഗാർഡുകൾ തന്റെ നേരെ കുതിച്ചു വരുന്ന കണ്ടതും ആ മനുഷ്യൻ ഒന്ന് തിരിഞ്ഞ് ഷാഡോ ഗാർഡുകളുടെ ഇടയിലേക്ക് കയറി. അല്പസമയം കഴിഞ്ഞപ്പോ നമ്മൾ കാണുന്നത് മുഴുവൻ ഷാഡോ ഗാർഡുകളും താഴെ കിടക്കുന്നതാണ്. ആ ഷാഡോ ഗാർഡുകളിൽ പകുതി പേർക്ക് ജീവൻ കാണും, ബാക്കി പകുതി കൊല്ലപ്പെട്ടു. ശ്വാസം പിടിച്ചാണ് ആ കാഴ്ച തറയിൽ വീണ് കിടക്കുന്ന ഇൻഗ്രിഡ് കണ്ടത്. ഇൻഗ്രിഡും അവളുടെ ഷാഡോ ഗാർഡുകളും ഇതാ അവസാനിച്ചിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിശ്ചലയായി തറയിൽ കിടക്കുന്ന ഇൻഗ്രിഡിന്റെ അടുത്തേക്ക് അപ്പോഴാണ് ഡസ്റ്റിൻ എത്തിയത്. ഇൻഗ്രിഡിന്റെ അടുത്തെത്തിയ ഡസ്റ്റിൻ ഇൻഗ്രിഡിനെ പിടിച്ചെണീപ്പിക്കാൻ ശ്രമിച്ചതും ഇൻഗ്രിഡ് ഓർക്കെ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നിങ്ങൾ രക്ഷപ്പെട്. ഡസ്റ്റിൻ, ഇവിടെ നിൽക്കണ്ട, വേഗം രക്ഷപ്പെട്. ചെന്ന് ഹാർമൺ കുടുംബത്തിൽ വിവരം അറിയിക്ക്, ആരെങ്കിലും കൊണ്ടുവരാൻ നോക്ക്. അവർ വിചാരിച്ചാൽ നടാഷ ഹാർമണെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇപ്പൊ പൂർണ്ണമായും ഉറപ്പായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഡസ്റ്റിനോട് രക്ഷപ്പെടാനായി ഇൻഗ്രിഡ് പറഞ്ഞത്. ഇൻഗ്രിഡ്, നിന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ അങ്ങനെ രക്ഷപ്പെടും? ഡസ്റ്റിൻ, ഞങ്ങളെ കുറിച്ച് ആലോചിക്കണ്ട, ഡസ്റ്റിൻ രക്ഷപ്പെട്ടോ. ഡസ്റ്റിന്റെ യാസിനെ കൂടി കുരുതിക്ക് കൊടുക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇൻഗ്രിഡ് അങ്ങനെ പറഞ്ഞത്. ഈ സമയത്ത് ആ ഷാഡോ ഗാർഡുകളെ മുഴുവൻ തറയിൽ വീഴ്ത്തി കഴിഞ്ഞ് ആ മനുഷ്യൻ ഉറക്കൊന്ന് ചിരിച്ചു. അയാൾ ചിരിക്കുന്ന കണ്ടതും ഇൻഗ്രിഡ് അയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാ? അതിന് മറുപടി പറഞ്ഞത് സാക്ഷാൽ ലോസൺ ഫ്ലെച്ചറാണ്. ഇൻഗ്രിഡ്, അത് ബ്ലാക്ക് റാത്ത്. 100 ഇമോർട്ടൽസിലെ 8th റാങ്കുകാരനാണ്. 100 ഇമോർട്ടൽസിൽ കയറി പറ്റുക എന്നുള്ളത് തന്നെ വലിയ പാടാണ്. കിങ് ഓഫ് ഹിക്സ് ആ റാങ്ക് ലിസ്റ്റിലെ 9ാം റാങ്കുകാരനായിരുന്നു. ഇത് 8ാം റാങ്കുകാരനാണ് അവിടെ നിൽക്കുന്ന കക്ഷി. 100 ഇമോർട്ടൽസിലെ 8ാം റാങ്കുകാരനോടാണ് അവൾ ഏറ്റുമുട്ടിയിരിക്കുന്നത്. വെറുതെയല്ല താൻ പരാജയപ്പെട്ടത്. അങ്ങനെ ഒരു തോന്നൽ ഇൻഗ്രിഡിനുണ്ടായപ്പോ ലോസൺ ഇൻഗ്രിഡിനോട് പറഞ്ഞു, ബ്ലാക്ക് റാത്തിന്റെ സഹോദരനാണ് വൈറ്റ് റാത്ത് 7th റാങ്കാണ്. അങ്ങനെ പറഞ്ഞിട്ട് അടുത്തിരിക്കുന്ന ആളുടെ പുറത്ത് ലോസൺ ഫ്ലെച്ചർ ഒന്ന് തൊട്ടു. ലോസന്റെ വലതു ഭാഗത്തിരിക്കുന്ന വൈറ്റ് റാത്ത് തന്റെ സഹോദരന്റെ പ്രകടനമൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവർക്ക് പുറകിലായി ഒരു ടീം അങ്ങനെ നിപ്പുണ്ട്. ആ ടീമിനെ ചൂണ്ടി
ലോസൺ പറഞ്ഞു ഇവരൊക്കെ 100 ഇമ്മോർട്ടൽസിലെ ലിസ്റ്റിലുള്ളവരാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈറ്റേഴ്സിന്റെ ലിസ്റ്റാണ് 100 ഇമ്മോർട്ടൽസ് ലിസ്റ്റ്. ആ ലിസ്റ്റിൽ പേരുള്ള ആളുകളാണ് അവിടെ നിരന്നു നിൽക്കുന്നത്. വിവരം കേട്ട ഇൻഗ്രിഡ് വല്ലാതെങ്ങ് വിളറുകയാണ്. അവളുടെയും അവൾക്കൊപ്പമുള്ള ഷാഡോ ഗാർഡുകളും കൊല്ലപ്പെടുന്നതിൽ അവൾക്ക് വിഷമമൊന്നുമില്ല. അവളുടെ ദൗത്യം തന്നെ അതാണ്. പക്ഷേ അവൾ എത്തിയത് നടാഷ ഹാർമണെ രക്ഷിക്കാനാണ്. അവിടെയാണ് അവൾ പരാജയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് അവൾ ഡസ്റ്റിനോട് പറഞ്ഞത്, ഡസ്റ്റിൻ പ്ലീസ് വേഗം ചെന്ന് ഹാർമൺ കുടുംബത്തെ വിവരം അറിയിക്കുക. കൂടുതൽ ശക്തരായ ഫൈറ്റേഴ്സുമായി ഹാർമൺ കുടുംബത്തിൽ നിന്ന് ആളുകൾ എത്തിയില്ലെങ്കിൽ നടാക്ഷയെ രക്ഷിക്കാൻ പറ്റില്ല. ആ കാര്യം പൂർണ്ണമായും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇൻഗ്രിഡ് ഡസ്റ്റിനോട് അങ്ങനെ പറഞ്ഞത്. അത് കേട്ട ഡസ്റ്റിൻ ഇൻഗ്രിഡിനോട് പറഞ്ഞു, ഏയ് ഇൻഗ്രിഡ് അതൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ഇൻഗ്രിഡിനെ പിടിച്ചെണീപ്പിക്കാനായിട്ട് ഡസ്റ്റിൻ ശ്രമിക്കുമ്പോൾ ബ്ലാക്ക് റാത്ത് ഡസ്റ്റിന് അടുത്തേക്ക് വരികയാണ്. ഡസ്റ്റിനെ കണ്ട ബ്ലാക്ക് റാത്ത് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ റൈസ് നിന്റെ തല വെട്ടിയെടുത്ത് സർ ഹമറെ ഏൽപ്പിക്കാനുള്ള ചുമതല എനിക്കാണ്, ഞാനത് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കയ്യിലെ ആ രക്തം പുരണ്ട വാളുമായി ആകാശത്തേക്കൊന്ന് ചാടി ഉയർന്നു. ഒറ്റ വെട്ടിന് ഡസ്റ്റിൻ റൈസിനെ ബ്ലാക്ക് റാത്ത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആ കാഴ്ച മിസ്സാകാതിരിക്കാൻ വേണ്ടി ലോസൺ ഫ്ലെച്ചർ ആ രംഗത്തേക്ക് തന്നെ നോക്കുമ്പോൾ ഡസ്റ്റിൻ തന്റെ അടുത്ത് കിടക്കുന്ന ഇൻഗ്രിഡിന്റെ വാളിന്റെ അറ്റത്ത് ഒന്ന് ചവിട്ടി. ആ വാളിന്റെ അറ്റത്ത് ഡസ്റ്റിൻ ഒന്ന് ചവിട്ടിയതും വാള് നേരെ മുകളിലേക്ക് പൊങ്ങി വന്നു. ആ വാള് മുകളിലേക്ക് പൊങ്ങി വന്നതും ഡസ്റ്റിൻ വാളിന്റെ പിടിച്ചതും ബ്ലാക്ക് റാത്ത് ആകാശത്തോടെ അടുത്തേക്ക് എത്തിയതൊക്കെ ഒരേ നിമിഷത്തിലാണ്. അടുത്ത നിമിഷത്തിൽ ഇൻഗ്രിഡ് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അവളുടെ അടുത്ത് ഒരു തല വന്നു വീണു. ആ തലയിൽ കാണുന്ന മുഖത്ത് ശരിക്കും അമ്പരപ്പുണ്ട്. ആ തല സാക്ഷാൽ ബ്ലാക്ക് റാത്തിന്റെയാണ്. ഡസ്റ്റിൻ റൈസ് ഇൻഗ്രിഡിന്റെ വാളിന്റെ അറ്റത്ത് ചവിട്ടിയതും വാള് മുകളിലേക്ക് പൊങ്ങി വന്നതും ആ വാളിന്റെ പിടിയിൽ ഡസ്റ്റിൻ പിടിച്ചതും തന്റെ അടുത്തേക്ക് പറന്നു വരികയായിരുന്ന ബ്ലാക്ക് റാത്തിന്റെ കഴുത്തിലേക്ക് ഡസ്റ്റിൻ വെട്ടിയതൊക്കെ ലോസൺ ഫ്ലെച്ചറും കണ്ടു. ലോസൺ ഫ്ലെച്ചറുടെ ശ്വാസം നിലച്ചുപോയ നിമിഷം. 100 ഇമ്മോർട്ടൽസിലെ 8ാം റാങ്കുകാരനായ ബ്ലാക്ക് റാത്ത് ഒരു അടിപൊളി ഫൈറ്ററാണ്. ആ ഫൈറ്ററാണ് ഇത് തല വേറെ ഉടൽ വേറെ എന്ന നിലയിൽ കിടക്കുന്നത്. ഇൻഗ്രിഡിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്ന ആ തലയിലേക്ക് വല്ലാത്തൊരു അമ്പരപ്പോട് കൂടിയാണ് ഇൻഗ്രിഡ് നോക്കിയത്. അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ നിസ്സാരനായി കണ്ട ഡസ്റ്റിൻ റൈസ് ആ 8ാം റാങ്കുകാരന്റെ തല അതുപോലെ അറുത്ത് കളയുമെന്ന് അവൾ എങ്ങനെ കരുതുക? ശരിക്കും അമ്പരപ്പോട് കൂടി അവൾ ഡസ്റ്റിനെ നോക്കുമ്പോൾ ലോസൺ ഫ്ലെച്ചർ അടുത്തിരിക്കുന്ന വൈറ്റ് റാത്ത് ചാടി എണീറ്റു. അവനും ശരിക്കും ഞെട്ടലോടുകൂടിയാണ് ആ കാഴ്ച കണ്ടത്. അവന്റെ സഹോദരന്റെ തല ഇതാ ഉടലിൽ നിന്ന് അറ്റു വീണിരിക്കുന്നു. ദേഷ്യം വന്ന വൈറ്റ് റാത്ത് വാള് വലിച്ചെടുത്തു. ആ നിമിഷം തന്നെ വൈറ്റ് റാത്തിന്റെ പുറകെ നിൽക്കുകയായിരുന്ന ആ 100 ഇമ്പോർട്ടൻസിലെ 1 ഡസൻ ആളുകളും ഒന്നിച്ച് വൈറ്റ് റാത്തിനൊപ്പം ഡസ്റ്റിൻ റൈസ് നേരെ കുതിച്ചു. ഒരു 13 അംഗ ടീം. ആ 13 അംഗ ടീം ഒന്നിച്ച് ഡസ്റ്റിൻ റൈസ് നേരെ കുതിക്കുകയാണ്. 1, 2, 3 സ്റ്റെപ്പിൽ അവർ ഡസ്റ്റിൻ റൈസിന് അടുത്തെത്തുമ്പോഴേക്കും ഡസ്റ്റിൻ റൈസിന്റെ കയ്യിലിരുന്ന ആ വാള് ഡസ്റ്റിൻ അന്തരീക്ഷത്തിലേക്ക് അങ്ങ് വീശി കഴിഞ്ഞിരുന്നു. ശരിക്കും ആ വാള് അന്തരീക്ഷത്തിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ താഴെ മുറിവേറ്റ് കിടക്കുന്ന ഷാഡോ ഗാർഡുകളും ഇൻഗ്രിഡും ശരിക്കും വാ പൊളിച്ച് ആ രംഗം കാണുകയാണ്. ഡസ്റ്റിന്റെ കയ്യിൽ നിന്ന് ആ വാള് അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ വാള് കടന്നു പോകുന്ന ഭാഗത്തുള്ള 100 ഇമ്മോർട്ടൽസിലെ ആ ഭടന്മാരുടെ തല അറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹുങ്കാര ശബ്ദത്തോടു കൂടി ആ വാൾ ഇങ്ങനെ കറങ്ങി തിരിച്ച് ഡസ്റ്റിന്റെ കയ്യിലേക്ക് വരുമ്പോൾ വൈറ്റ് റാത്തിന്റെയും പുറകിലുണ്ടായിരുന്ന 12 പേരുടെയും തല അറ്റ തറയിൽ വീണ് കഴിഞ്ഞു. ലോസൺ ശരിക്കും നിശബ്ദനായി നിശ്ചലനായി കണ്ണുകൾ തുറച്ച് ആ രംഗം തന്നെ കാണുകയാണ്. അയാൾ ശ്വാസം എടുക്കുന്നില്ല. എന്താണ് തന്റെ മുന്നിൽ സംഭവിച്ചതെന്ന് ലോസൺ ഫ്ലെച്ചർക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. 100 ഇമ്മോർട്ടൽസിലെ 14 ആളുകളാണ് ഏതാനും നിമിഷ നേരം കൊണ്ട് അവിടെ കൊല്ലപ്പെട്ടതിൽ 2 പേര് ആദ്യത്തെ 10-നകത്തുള്ളവരാണ്. 7th റാങ്കുകാരനായ വൈറ്റ് റാത്തും 8th റാങ്കുകാരനായ ബ്ലാക്ക് റാത്തും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. ഒരു ഇല തറയിൽ വീണാൽ ഇപ്പോ ആ ശബ്ദം ആളുകൾ കേൾക്കും. അത്ര നിശബ്ദതയാണ് ആ കുന്നിൻ മുകളിൽ. ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന ഷാഡോ ഗാർഡുകൾ വല്ലാത്ത അതിശയത്തോടുകൂടി അമ്പരപ്പോടുകൂടി വിവരിക്കാനാവാത്ത എന്തോ വികാരത്തോടു കൂടി ഡസ്റ്റിനെ നോക്കുമ്പോൾ ഡസ്റ്റിൻ റൈസിന് ഏറ്റവും അടുത്തുള്ളത് ഇൻഗ്രിഡാണ്. തറയിൽ കിടക്കുന്ന ഇൻഗ്രിഡിന്റെ മുഖത്ത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാവമാണ്. അമ്പരപ്പാണോ, അതിശയമാണോ, ബഹുമാനമാണോ, ഭയമാണോ, ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. അവളുടെ കണ്ണ് രണ്ടിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. അവൾക്ക് വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ചയാണ് അവൾ കണ്ടത്. അവളുടെ വാൾ ഉപയോഗിച്ച് ഡസ്റ്റിൻ ആ 14 ഇമ്മോർട്ടൽസിനെ ഇല്ലാതാക്കിയത് അവൾ എങ്ങനെ വിശ്വസിക്കാൻ? നിശബ്ദനായി നിൽക്കുന്ന ലോസൺ ഫ്ലെച്ചറോടായി ഡസ്റ്റിൻ പറഞ്ഞു, നടാഷയെ മോചിപ്പിക്കുക. ഡസ്റ്റിൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ലോസൺ കേട്ടിട്ടില്ല. ലോസൺ അമ്പരന്നങ്ങ് നിൽക്കുമ്പോ ഡസ്റ്റിൻ തറയിലൊന്ന് ആഞ്ഞു ചവിട്ടിയിട്ട് ലോസണോട് പറഞ്ഞു, ഏയ് നടാഷയെ മോചിപ്പിക്കുക. ശരിക്കും ഇടിവെട്ട് പോലെയാണ് ആ ശബ്ദം. കുന്നിൻ മുകളിൽ നിന്ന് ആ രാത്രിയിൽ ആ ശബ്ദം ഇങ്ങനെ ഉയർന്നു കേട്ടതും ലോസൺ തിരിഞ്ഞൊരൊറ്റ ഓട്ടം അകത്ത് ബിൽഡിംഗിൽ ഒരു പാർട്ടി നടക്കുകയാണ്. ജോഷ ഹമറും ടിന ഹമറും
ജെയ്ഡ് ഗ്രാൻറ്റും ഒക്കെ ഉണ്ട്. ഒരുപാട് അതിഥികളുണ്ട്. പുറത്തു നടക്കുന്ന സംഭവങ്ങളൊന്നും അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. ശരിക്കും എല്ലാവരും വലിയ ആഹ്ലാദത്തിലാണ്. ആ സമയത്താണ് വാതിൽ തുറന്ന് ലോസൻ ഫ്ലെച്ചർ അകത്തേക്ക് ഓടി ചെല്ലുന്നത്. അകത്തേക്ക് ലോസൻ ഫ്ലെച്ചർ ഓടി വരുന്നത് ജോഷുവയും കണ്ടു. ജോഷുയുടെ അടുത്തേക്ക് ഓടി വന്ന ലോസൻ ജോഷുവോട് പറഞ്ഞു, അവൻ എത്തി. ആര്? ഡസ്റ്റിനോ? അതെ, ഡസ്റ്റിൻ എത്തി. ഡസ്റ്റിൻ എല്ലാരെയും കൊന്നു. ഡസ്റ്റിൻ എല്ലാരെയും കൊന്നോ? നീ ആ ബ്ലാക്ക് റാത്തിനെയും വൈറ്റ് റാത്തിനെയും ഇറക്കാത്തത്? ജോഷുവ അവരെയും കൊന്നു. ഏയ്, എന്താ പറഞ്ഞേ? ബ്ലാക്ക് റാത്തിനെയും വൈറ്റ് റാത്തിനെയും കൊന്നോ? അവരെന്നോട് ഒരുമിച്ച് അറ്റാക്ക് ചെയ്താൽ അവരെ കൊല്ലാൻ പറ്റില്ലല്ലോ. ജോഷുവ അവർ ഒരുമിച്ചല്ല അറ്റാക്ക് ചെയ്തത്, അവർ ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്തത്. ഷേ മണ്ടന്മാർ, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒന്നിച്ച് നിൽക്കണമെന്ന്. വൈറ്റ് റാത്തും ബ്ലാക്ക് റാത്തും സെപ്പറേറ്റ് ഏറ്റുമുട്ടാൻ ശ്രമിച്ചപ്പോൾ രണ്ടുപേരും കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇപ്പോ ജോഷുവ അറിയുകയാണ്. ജോഷുവ അങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് ഉറക്കെ ആ ഹാളിൽ ആ ശബ്ദം കേട്ടു. ഏയ് നടാഷെ മോചിപ്പിക്ക്! ആ ഹാളിൽ ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ മുകളിലൂടെ വളരെ ഉറക്കെയാണ് ആ ശബ്ദം കേട്ടത്. ശബ്ദം കേട്ട ദിക്കിലേക്ക് എല്ലാവരും നോക്കുമ്പോ നല്ല പൊക്കമുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കയ്യിൽ ഒരു വാളുമായി അകത്തേക്ക് വരികയാണ്. ആ വാളിൽ നിന്ന് രക്തം ഈറ്റിറ്റ് വീഴുന്നുണ്ട്. ഒരു ഭീകര കാഴ്ച. സുമുഖനായ ചെറുപ്പക്കാരൻ ആ വാതിലിലൂടെ അകത്തേക്ക് വരുമ്പോ കയ്യിലെ വാളിൽ നിന്ന് രക്തം താഴോട്ട് വീഴുന്നത് ശരിക്കും ഭീതിജനകമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. വല്ലാത്തൊരു അമ്പരപ്പോട് കൂടിയാണ് ആ കാഴ്ച ആളുകൾ കാണുന്നത്. അകത്തേക്ക് വരുന്ന ഡസ്റ്റിൻ ജോഷുവോട് പറഞ്ഞു, നടാഷെ മോചിപ്പിക്കുക. വീണ്ടും ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞതും ജോഷ ഒന്ന് ചിരിച്ചു. കൊള്ളാം, ഓ നീയാണല്ലേ ഡസ്റ്റിൻ റയസ്, നിന്നൊന്ന് കാണണമെന്ന് ഞാൻ കരുതിയിരിക്കുകയായിരുന്നു. നീ എന്തായാലും ലേശം ധൈര്യമുള്ളവനാണ്, നിന്റെ ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ജോഷുവ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ ജോഷയും കൂടെയുള്ള ആളുകളെ നോക്കിയിട്ട് ഉറക്കെ പറഞ്ഞു, ഞാൻ 3 വരെ എണ്ണം. അതിനിടയിൽ നടാഷയെ മോചിപ്പിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരാളും ജീവനോടെ പുറത്തു പോകില്ല. സാക്ഷാൽ എഡ്വിൻ ഹമ്മറുടെ വസതിയിൽ ജോഷുവ ഹമ്മറുടെ മുന്നിൽ നിന്നാണ് ഡസ്റ്റിൻ റൈസ് അത് പറയുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു അമ്പരപ്പ് ആ വാക്കുകൾ ഉണ്ടാക്കുകയാണ്. ഇന്ന് വരെ ആരും സങ്കല്പിക്കാത്ത ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. ജോഷുവ ഹമ്മറുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, നടാഷയെ മോചിപ്പിച്ചില്ലെങ്കിൽ ജോഷു ഉൾപ്പെടെ എല്ലാരെയും ഡസ്റ്റിൻ കൊല്ലുമെന്ന്. അത് കേട്ടത് ജെയ്ഡ് ഗ്രാന്റ് ഉറക്കെ ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ, അത്ര അഹങ്കാരം വേണ്ട. നിനക്ക് ഇവിടുന്ന് ജീവനോട് പുറത്തു പോകാൻ കഴിയില്ല. ഡസ്റ്റിനോട് ജെയ്ഡ് അത് പറഞ്ഞതും ഡസ്റ്റിൻ ഒരിക്കൽ കൂടി പറഞ്ഞു, നോക്ക്, നിങ്ങളോട് ആരോടും എനിക്ക് ഒരു എതിർപ്പുമില്ല. നിങ്ങളായിട്ട് നടാഷയെ മോചിപ്പിക്കുന്നുവോ അതോ നിങ്ങൾ എല്ലാവരെയും കൊന്നൊടുക്കിയിട്ട് ഞാൻ നടാഷയെ മോചിപ്പിക്കണോ? വീണ്ടും ഡസ്റ്റിൻ അത് പറഞ്ഞതും ജോഷുവ ഒന്ന് കൈയടിച്ചു. കൊള്ളാം ഡസ്റ്റിൻ, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിന്നെ അങ്ങനെ അങ്ങ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഏയ് ജഡ്ജ്! ജോഷുവ അങ്ങനെ കൈയടിച്ചപ്പോ ബാൽക്കണിയിൽ നിന്ന് ഒരു ശബ്ദം. ഞാനുണ്ടേ. ഡസ്റ്റിൻ റയസും താഴെയുള്ള ആളുകളും മുകളിലേക്ക് നോക്കുമ്പോ ബാൽക്കണിയിൽ നിന്ന് ഏകദേശം ഒരു 40-45 വയസ്സ് പ്രായമുള്ള ഒരാള് നേരെ താഴേക്ക് ചാടി. അയാൾക്ക് പടികൾ ഇറങ്ങി വരാം, അതിനൊന്നും അയാൾക്ക് സമയമില്ല. അയാൾ കൂളായിട്ട് ബാൽക്കണിയിൽ നിന്ന് ആ ഹാളിന്റെ നടുക്ക് ചാടപ്പോ ആ ഹാള് ഒന്ന് കിടുങ്ങുകയാണ്. നല്ല വെൽ ബിൽറ്റായ ഒരു കക്ഷിയാണ്. ഡസ്റ്റിൻ, ഇതാരെന്നറിയാവോ? ഇതാണ് ജഡ്ജ് വിൽഫ്രഡ് ജഡ്ജ്. വിൽഫ്രഡ് ജഡ്ജിനെ കുറിച്ച് നീ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ 100 ഇമ്മോർട്ടൽസിലെ 3ാം റാങ്കുകാരനാണ്. 100 ഇമ്മോർട്ടൽസിലെ 7th റാങ്കിനെയും 8th റാങ്കിനെയും ഇപ്പോ ഡസ്റ്റിൻ റൈസ് കൊന്നതേ ഉള്ളൂ. ലിസ്റ്റിൽ ഒരു റാങ്കിൽ നിന്ന് അടുത്ത റാങ്കിലേക്ക് കടക്കാൻ വലിയ മത്സരമാണ്. ശരിക്കും ശക്തമായ മത്സരം നടക്കുന്ന ആ മേഖലയിൽ 7ാം റാങ്കിൽ നിന്ന് 3ാം റാങ്കിൽ എത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. 3ാം റാങ്കിൽ എത്തിക്കുന്ന ജഡ്ജിന് ഈ ഡസ്റ്റിൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പം പറ്റും. 7ാം റാങ്കിലെ വൈറ്റ് റാത്തിനെയും 8ാം റാങ്കിലെ ബ്ലാക്ക് റാത്തിനെയൊക്കെ ഡസ്റ്റിൻ ചെയ്തതുപോലെ നിഷ്പ്രയാസം കൊന്നൊടുക്കാൻ ജഡ്ജിന് പറ്റും. അതാണ് ആ റാങ്കിന്റെ പ്രത്യേകത. അത് ഓർമ്മിപ്പിക്കാനായിട്ടാണ് ജോഷുവ അങ്ങനെ പറഞ്ഞത്. ജോഷുവയുടെ വാചകം കേട്ടതും ജഡ്ജ് ഒന്ന് ചിരിച്ചു. ഡസ്റ്റിൻ, നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മരിക്കാൻ ഒരു അവസരം ഞാൻ തരാം. നീ തന്നെ നിന്റെ തല വെട്ടിയെടുത്ത് ഈ ടേബിളിലേക്ക് വെച്ചാൽ നിനക്ക് മരിക്കുമ്പോ ഒരു സംതൃപ്തി തോന്നും. അല്ലെങ്കിൽ നിനക്ക് സങ്കല്പിക്കാനാവാത്ത ഒരു മരണമാണ് നിനക്ക് ഞാൻ തരാൻ പോകുന്നത്. അങ്ങനെ വിൽഫ്രഡ് ജഡ്ജ് പറഞ്ഞതും ഡസ്റ്റിൻ കൈയിരിക്കുന്ന വാള് ആ മേശയുടെ നേരെ ഒരു ഒറ്റയേറി. ഡസ്റ്റിന്റെ കയ്യിൽ നിന്ന് പാഞ്ഞ വാള് ഒരു ഹുങ്കാര ശബ്ദത്തോടി പെട്ടെന്ന് ആ മേശയുടെ പുറത്ത് ഒന്ന് കുത്തി നിന്നു. ആ വാള് അങ്ങനെ കുത്തി നിൽക്കുമ്പോ ആ വാളിന് രക്തം ഈറ്റിട്ട് മേശപ്പുറത്ത് വീഴുകയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിലും കൃത്യതയിലുമാണ് ഡസ്റ്റിൻ ആ വാൾ എറിഞ്ഞത്. ആ വാളിലേക്ക് ആള് നോക്കുന്ന കണ്ടതും ഡസ്റ്റിൻ ജഡ്ജിനോട് പറഞ്ഞു, ഏയ് ഡയലോഗ് അധികം വേണ്ട, വാ. ശരിക്കും വെല്ലുവിളിക്കുന്ന പോലെ തന്റെ മുഷ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ട് എതിരാളിയെ നേരിടുമെന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ഡസ്റ്റിൻ വാള് വലിച്ചെറിഞ്ഞത്. ഡസ്റ്റിനെയും മേശപ്പുറത്തെ വാളിലേക്ക് നോക്കിയിട്ട് പെട്ടെന്ന് ജഡ്ജ് കൈ മുന്നോട്ടെടുത്തു. അതുവരെ അയാളുടെ വലത് കൈ അയാളുടെ പുറയിലായിരുന്നു. മുൻപിലേക്ക് ആ കൈ വരുമ്പോ അതിൽ ഒരു ചെറിയ കുന്തമുണ്ട്. ശരിക്കും ഒരു ചെറിയ കുന്തമാണ്. നല്ല മുനയുള്ള, നല്ല കട്ടിയുള്ള, ഏകദേശം ഒരു 2.5 അടി നീളമുള്ള ഒരു കുന്തം.
വിൽഫ്രഡ് ജഡ്ജിന്റെ വലത് കൈയിൽ ആ കുന്തം ഇങ്ങനെ കണ്ടതും സകലരും വിൽഫ്രഡ് ജഡ്ജിനെയും ആ കുന്തത്തെയും മാറി മാറി നോക്കുമ്പോൾ അകത്തേക്ക് ഇൻഫ്രണ്ടും കുറച്ച് ഷാഡോ ഗാർഡുകളും ഓടിയെത്തി. അവർക്ക് യഥാർത്ഥത്തിൽ കാര്യമായി മുറിവേറ്റിട്ടുണ്ട്. പക്ഷെ എന്നാലും ഡസ്റ്റിനെ സഹായിക്കാൻ വേണ്ടിയാണ് ആ ടീം ഓടിയെത്തിയത്. വാതിൽക്കിലേക്ക് ഓടിയെത്തിയ ഇൻഗ്രിഡ് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ ഞങ്ങളെ സഹായിക്കാം. ഡസ്റ്റിൻ ഞങ്ങളും സഹായിക്കാമെന്ന് ഇൻഗ്രിഡും കൂടെയുള്ള ആ ഷാഡോ ഗാർഡുകളും പറയുമ്പോൾ ഡസ്റ്റിൻ അവരോട് പറഞ്ഞു, അത് വേണ്ട, നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നാ മതി. അങ്ങനെ ഡസ്റ്റിൻ പറയുമ്പോൾ ഇൻഗ്രിഡിന്റെ മനസ്സിലൂടെ കുറച്ചു നേരത്തെ അവൾ പറഞ്ഞ വാചകം കടന്നു വരികയാണ്. ഹമസ് ബംഗ്ലാവിൽ എത്തിയ നിമിഷത്തിൽ അവൾ ഡസ്റ്റിനോട് പറഞ്ഞ അതേ വാചകമാണ് ഡസ്റ്റിൻ ഇപ്പോ അവളോട് പറഞ്ഞത്. ആ യാഥാർത്ഥ്യം ഇൻഗ്രിഡിന്റെ മനസ്സിലേക്ക് വരുമ്പോഴാണ് അവൾ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന കക്ഷിയെ കണ്ടത്. ആ ചെറിയ കുന്തവുമായി നിൽക്കുന്ന ആ മനുഷ്യനെ അവൾക്കറിയാം. അത് വിൽഫ്രഡ് ജഡ്ജാണ്. സാക്ഷാൽ 100 ഇമ്മോർട്ടൽസിലെ 3ാം റാങ്കുകാരൻ. 100 ഇമ്മോർട്ടൽസിലെ 3ാം റാങ്കുകാരനെതിരെ നിൽക്കാൻ അവൾക്കോ അവളോടൊപ്പമുള്ള ഷാഡോ ഗാർഡുകൾക്കോ പറ്റത്തില്ല. അവർ മുന്നോട്ട് കയറിയാലും ആ നിമിഷം അവരെല്ലാരും കൊല്ലപ്പെടും. ആ യാഥാർത്ഥ്യം ഇൻഗ്രിഡിനും ഷാഡോ ഗാർഡുകൾക്ക് 100% അറിയാവുന്ന കാര്യമാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇൻഗ്രിഡും കൂട്ടരും അന്തം വിട്ട് വിൽഫ്രഡ് ജഡ്ജിനെ നോക്കുമ്പോൾ വിൽഫ്രഡ് കാല് തറയിൽ ആഞ്ഞ് ചവിട്ടിയിട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. ശരിക്കും ഒരു ഓട്ടക്കാരന്റെ ശൈലിയിലാണ് വിൽഫ്രഡ് മുന്നോട്ട് കുതിക്കുന്നത്. അയാളുടെ വലത് കൈയിൽ ആ കുന്തമുണ്ട്. ഡസ്റ്റിൻ റൈസും വിൽഫ്രഡും തമ്മിലുള്ള അകലം ഏതാനും അടികൾ മാത്രമായതും വിൽഫ്രഡ് അതിശക്തമായ ആ കുന്തം ഡസ്റ്റിനെതിരെ ഒരു ഒറ്റയേറി. ഡസ്റ്റിൻ നെഞ്ച് പിളർക്കത്തക്ക ശക്തിയിലാണ് ആ കുന്തം അയാൾ വലിച്ചെറിഞ്ഞത്. പ്രകാശ വേഗത എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ വേഗതയിൽ വിൽഫ്രഡ് ജഡ്ജ് ആ കുന്തം ഡസ്റ്റിന്റെ നെഞ്ചിലേക്ക് തൊടുത്തപ്പോ സകല കണ്ണുകളും ഡസ്റ്റിൻ റൈസിലും ആ കുന്തത്തിലുമാണ്. കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ് ആ കുന്തം ഡസ്റ്റിന്റെ നേരെ എത്തുന്നത്. പക്ഷെ അടുത്ത നിമിഷത്തിൽ ആ എൻറ്റയർ സദസ്സും അവിശ്വസനീയതയോടുകൂടി ഒരു കാഴ്ച കാണുകയാണ്. ഡസ്റ്റിന്റെ നേരെ എറിഞ്ഞ കുന്തം തിരിച്ച് മൂവ് ചെയ്യാണ്. വിൽഫ്രഡ് ജഡ്ജിന് നേരെയാണ് ആ കുന്തം ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. അതിവേഗതയിൽ ഡസ്റ്റിന് നേരെ ഓടി ആ കുന്തം ഡസ്റ്റിന്റെ നെഞ്ചിലേക്ക് എറിഞ്ഞ വിൽഫ്രഡ് പെട്ടെന്നൊന്ന് ഞെട്ടി. അയാൾ എറിഞ്ഞ കുന്തം ഇതാ അയാളുടെ നേരെ വരുന്നു. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോ ആ കുന്തം അയാളുടെ നെഞ്ചിലൂടെ കടന്നങ്ങ് പോയി. ആ കുന്തം നെഞ്ചിലൂടെ കടന്ന് പുറകിലുള്ള ചുവര് തുളച്ച് പുറത്തേക്ക് അങ്ങ് പാഞ്ഞു പോവുകയാണ്. ഇപ്പോ ആ ഹാളിലുള്ള മുഴുവൻ ആളുകളും ശരിക്കും നിശ്ചലരായി ആ രംഗങ്ങളിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഇപ്പോ 2 രംഗമാണ് അവരുടെ മുന്നിലുള്ളത്. ഒന്ന്, ചുവരിൽ വീണിരിക്കുന്ന ഒരു ദ്വാരമാണ്. ആ കുന്തം കടന്നുപോയ ഭാഗത്ത് കൃത്യം ആ കുന്തത്തിന്റെ അതേ വലിപ്പത്തിൽ ഒരു ഹാൾ ഉണ്ടായിട്ടുണ്ട്. ആ ഹാളിലൂടെ ആ കുന്തം വീടിന് പുറത്തേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. അതിന് തൊട്ടു മുമ്പിൽ ഒരു കാഴ്ച കൂടിയുണ്ട്. ആ ചുവരിൽ നിന്ന് ഏകദേശം ഒരു 7-8 അടി മുന്നിലായി സാക്ഷാൽ വിൽഫ്രഡ് ജഡ്ജ് നിൽക്കുകയാണ്. അയാൾ അങ്ങനെ നിശ്ചലനായി നിൽക്കുകയാണ്. നിശ്ചലനായി നിൽക്കുന്ന വിൽഫ്രഡ് ജഡ്ജിന്റെ നെഞ്ചിൽ ഒരു ഹോൾ വീണിരിക്കുകയാണ്. ആ കുന്തം കടന്നുപോയ ഭാഗത്ത് ഒരു ഹോൾ വീണിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി വിൽഫ്രഡ് തല ഒന്ന് താഴ്ത്തുകയാണ്. അയാളുടെ നെഞ്ചിലെ ഹാളിലേക്ക് അയാളുടെ കണ്ണിങ്ങനെ വരുന്നതും അയാൾ പുറകോട്ട് മറിഞ്ഞതും ഒരേ നിമിഷത്തിലാണ്. തലയിടിച്ച് അല്ലെങ്കിൽ താഴെ വീണു. താഴെ വീണ അയാൾ ഒന്ന് അനങ്ങി നിശ്ചലനായി. ശരിക്കും ഒരു സിനിമയിലെ സ്ലോ മോഷൻ കാണുമ്പോലെ മുഴുവൻ സദസ്സും ആ കാഴ്ച കണ്ടു. 100 ഇമ്മോർട്ടൽസിലെ 3ാം റാങ്കുകാരനായ വിൽഫ്രഡ് ജഡ്ജ് എറിഞ്ഞ ആ കുന്തം ഡസ്റ്റിന്റെ നെഞ്ചിന് തൊട്ടടുത്തെത്തിയതും ഡസ്റ്റിൻ അത് പിടിച്ചെടുത്തതും ആ നിമിഷത്ത് തന്നെ അതിശക്തമായി ഡസ്റ്റിൻ തിരിച്ച് ആ കുന്തം വിൽഫ്രഡ് ജഡ്ജിന്റെ നെഞ്ചിന് നേരെ എറിയുന്നതും ഇൻഗ്രിഡും കൂട്ടരും കണ്ടു. അവരുടെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത്ര വേഗത്തിലാണ് കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. വിൽഫ്രഡ് ജഡ്ജ് എറിഞ്ഞ ആ കുന്തത്തിന്റെ വേഗത വർണ്ണനാതീതമാണ്. ആ വേഗത്തിൽ എറിയപ്പെട്ട കുന്തത്തെ ഒറ്റ കൈകൊണ്ട് പിടിച്ചെടുത്ത് അതേ സെക്കൻഡിൽ തിരിച്ച് അതിനെ എത്രയെങ്കിലും മടങ്ങ് വേഗത്തിൽ വിൽഫ്രഡിന് നേരെ ഡസ്റ്റിൻ എറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോ അവർക്ക് അറിയാവുന്ന കാര്യം. അതൊരു യാഥാർത്ഥ്യമാണ്. ആ കുന്തം വിൽഫ്രഡിന്റെ നെഞ്ചിൽ ഒരു തുളയുണ്ടാക്കി കടന്ന് ചുവരിൽ തുളയുണ്ടാക്കി പുറത്തേക്ക് പോയിരിക്കുകയാണ്. അവിശ്വസനീയമായ വേഗതയിൽ ആ കുന്തം കടന്നു പോയിരിക്കുന്നു. ഹാളിലെ പൂർണ്ണ നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ഡസ്റ്റിൻ ജോഷുവോട് പറഞ്ഞു, നടാഷയെ മോചിപ്പിക്കേ. വീണ്ടും ഡസ്റ്റിന് ശബ്ദം അങ്ങനെ ഉയർന്നപ്പോഴാണ് ആ ഹാളിൽ പതുക്കെ ശബ്ദം ഉണ്ടായി തുടങ്ങുന്നത്. ജെയ്ഡും ടിന ഹമ്മറും വല്ലാത്തൊരു അമ്പരപ്പിലാണ്. ജോഷുവയും ഒരു അമ്പരപ്പിലാണ്. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ജോഷുവ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നിന്നെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. നിന്നെ ഞാൻ വില കുറച്ച് കണ്ടു. നീ ഒരു മിടുക്കനാ, നീ ശക്തനാണ്. പക്ഷേ നിന്റെ ഈ ശക്തിയൊന്നും ഇനി ഇവിടെ ചെലവാകില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജോഷുവ പെട്ടെന്ന് കൈ ഒന്ന് വിടർത്തി. ജോഷുവയുടെ കൈ ഇങ്ങനെ വിടരുമ്പോ ഒരു ശബ്ദം കേൾക്കുന്നതോടൊപ്പം ചുറ്റും ഒരു കാറ്റുണ്ടാവുകയാണ്. അയാൾക്ക് ചുറ്റുമുള്ള ഊർജത്തെ ആയുധമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അയാൾ അങ്ങനെ ആക്കുന്ന കണ്ടതും വാതിലിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഇൻഗ്രിഡിന് കഥ മനസ്സിലായി. അയാൾ ഒരു ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റ് ആണ്.
ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റിന് മാത്രമേ പുറത്തുള്ള വായുവിനെ ആയുധമാക്കി ഉപയോഗിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ജോഷുവ ഹമർ 2 കൈകൊണ്ട് തനിക്ക് ചുറ്റുള്ള വായുവിനെ അടുത്തേക്ക് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചുറ്റും നിൽക്കുന്ന ആളുകളിൽ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. ശരിക്കും ആ ആളുകൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. ചുറ്റുമുള്ള വായുവിനെ അതിശക്തമായി ജോഷുവ അടുത്തേക്ക് വലിക്കുകയാണ്. ഈ കാഴ്ച ബാൽക്കണി നിൽക്കുന്ന എഡ്വിൻ ഹമർ കണ്ടു. അയാൾക്ക് മകന്റെ ആ കരുത്തിൽ വല്ലാത്ത അഭിമാനം തോന്നുകയാണ്. ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ അയാൾക്ക് വിഷമുള്ള കാര്യങ്ങളാണെങ്കിലും ഇതാ അയാളുടെ മകൻ, സ്വന്തം മകൻ ജോഷുവ ഹമർ അവന്റെ ശക്തി കാണിക്കുകയാണ്. അവൻ ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റ് ആയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റ് ആകാനുള്ള ഏകാന്ത പരിശീലനത്തിലായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി ജോഷുവ ഹമർ. ആ ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റിന്റെ കപ്പാസിറ്റി, ആ കരുത്ത് ഇതാ എഡ്വിൻ ഹമർ കാണുകയാണ്. ആ കാഴ്ച കണ്ട ആ ഹാളിലുള്ള ആളുകൾ ഡസ്റ്റിനെ നോക്കി. അവന്റെ കാര്യം തീരുമാനമായി. ജോഷുവ ഹമർ ഇതാ വിശ്വരൂപം പ്രാപിക്കുകയാണ്. ജോഷുവ ഹമർ ചുറ്റുമുള്ള മുഴുവൻ ഊർജ്ജത്തെ ഇങ്ങനെ വലിച്ചെടുത്ത് അതിശക്തമായി ഡസൻ നേരെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തു. ആ സമയത്ത് ഡസൻ റൈസ് ജോഷു തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവൻ എന്തായി കാണിക്കുന്നത്? ആ ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഡസന്റെ മുഖത്ത് അപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. അതിശക്തമായി തനിക്ക് ചുറ്റുമുള്ള വായുവിനെ വലിച്ചെടുത്തുകൊണ്ട് ആ വായുവിനെ ഡസന് നേരെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ജോഷുവ ഹമർ മുന്നോട്ട് കുതിച്ചു. ശരിക്കും ഒരു നർത്തകന്റെ ചായതോടുകൂടി ജോഷുവ ഹമർ തറയിൽ നിന്ന് ആഞ്ഞു ചവിട്ടി ആ വായു മുന്നോട്ട് കുതിക്കുന്ന ആ കാഴ്ച ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ഒറ്റയടിക്ക് ഡസനെ തീർക്കാൻ ജോഷുവയ്ക്ക് പറ്റും. ആ കാഴ്ച അതാണ് വിളിച്ചു പറയുന്നത്. ഡസൻ റൈസിന് അടുത്തേക്ക് ആ കാറ്റിനൊപ്പം ജോഷുവ ഹമർ കുതിച്ചെത്തിയത് എല്ലാവരും കണ്ടതാണ്. പക്ഷെ അടുത്ത നിമിഷം അവർ കേട്ടത് ഒരു ശബ്ദമാണ്, ഒരു പടക്കം പൊട്ടുമ്പോഴുള്ള അടിയുടെ ശബ്ദം. എന്താണ് സംഭവിച്ചെന്ന് ആൾക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അവർ കാണുന്നുണ്ട്, ഡസൻ റൈസ് നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. ഡസന് അടുത്തേക്ക് കുതിച്ചിരുന്ന ജോഷുവ ഹമർ കുറച്ച് ദൂരെ മാറി ചുവരിലിടിച്ച് താഴെ വീണിരിക്കുകയാണ്. ചുവരിലിടിച്ച് താഴെ വീണ ജോഷുവ അനങ്ങുന്നില്ല. ആ മുഴുവൻ ഹാളിലെ ആളുകളും ബാൽക്കണിയിൽ ഉണ്ടായിരുന്ന എഡ്വിൻ ഹമറും വാതിൽക്കലുള്ള ഇംഗ്രിഡും അവൾക്കൊപ്പമുള്ള ഷാഡോ ഗാർഡുകളും എല്ലാവരും നിശബ്ദരാണ്. ശരിക്കും ശ്വസിക്കാൻ അവർ മറന്നുപോയോ എന്ന് തോന്നുന്ന ശൈലിയിലുള്ള നിശബ്ദത. സകല ആളുകളും ചുവരിൽ ഇടിച്ച് താഴെ വീണിരിക്കുന്ന ജോഷുവ തന്നെ നോക്കുകയാണ്. അയാൾ അങ്ങനെ നിശ്ചലമായി കിടക്കുകയാണ്. ഡസൻ റൈസിന് നേരെ ജോഷുവ കുതിച്ചത് അവരൊക്കെ കണ്ടതാണ്. അയാൾ ഡസ്റ്റിനെ കുതിച്ചപ്പോൾ ശരിക്കും ഒരു കാറ്റ് അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. ആ കാറ്റ് ഡസ്റ്റിനെ എടുത്ത് തെറിപ്പിക്കാൻ പര്യാപ്തമായ അത്രയും പവറിലാണ് ഉണ്ടായത്. പക്ഷേ പറന്നു പോകുമെന്ന് ആളുകളൊക്കെ കരുതിയ ഡസ്റ്റിൻ അവിടെ കൂളായി നിൽക്കുകയാണ്. ഡസ്റ്റിനെ പറപ്പിക്കാൻ വന്ന ജോഷു ഇതാ നിശ്ചലനായി കിടക്കുകയാണ്. അയാൾ ചുവരിലിടിച്ച് താഴേക്ക് വീണത് എല്ലാവരും കണ്ടതാണ്. ഡസ്റ്റിന്റെ അടുത്തേക്ക് കുതിച്ച ജോഷുവ എങ്ങനെ ചുവരിൽ ചെന്ന് ഇടിച്ചെന്നുള്ളത് അവർക്ക് കൊണ്ട് മനസ്സിലായിട്ടില്ല. ഒരു നിമിഷം ജെയ്ഡ് ഗ്രാൻഡ് ഞെട്ടിയെങ്കിലും അവൾ ഓടി ജോഷുവയുടെ അടുത്തെത്തി. അവളുടെ ഫിയാൻസിയാണ് ജോഷുവ ഹമർ. ജോഷുവ ഹമറിന്റെ അടുത്തെത്തിയ ജെയ്ഡ് ജോഷുവ കുലുക്കി വിളിക്കുകയാണ്, ജോഷുവ ജോഷുവ. ആ നിമിഷം തന്നെ ടീനയും ഓടി അടുത്തെത്തി. ടീനയും ജോഷുവ കുലുക്കി വിളിച്ചു, ജോഷുവ ജോഷുവ. ആ രംഗം കണ്ട എഡ്വിൻ ഹമർ അതിവേഗം സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നു. അയാൾ ഓടി ജോഷുവയുടെ അടുത്തെത്തി. അയാളുടെ സർവ്വ സ്വപ്നവും ആ മകനിലാണ്. ആ മകനാണ് നിശ്ചലനായി അവിടെ കിടക്കുന്നത്. ഒരു അടിയുടെ ശബ്ദം എല്ലാവരും കേട്ടു എന്നുള്ള സത്യമാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ ഡസ്റ്റിന്റെ പുറകിൽ വാതിലടുത്ത് നിൽക്കുകയായിരുന്ന ഇൻഗ്രിഡ് ഏതാണ്ട് കൃത്യമായിട്ട് ആ കാഴ്ച കണ്ടിട്ടുണ്ട്. ഡസ്റ്റിന്റെ വലത് കൈ ആകാശത്തേക്ക് ഉയരുന്നത് അവൾ കൃത്യമായി കണ്ടതാണ്. ആ വലത് കൈ കൊണ്ട് ഡസ്റ്റിനെ ആഞ്ഞടിച്ചത് കൊണ്ടാണ് ജോഷുവ ആ ചുവരിലിടിച്ച് താഴെ വീണതെന്ന് ക്രമേണ അവൾ സ്വയം മനസ്സിലാക്കുകയാണ്. ഡിവൈൻ ലെവലിലുള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ് ജോഷുവ ഹമർ. അത് അല്പനേരം മുമ്പ് ഇൻഗ്രിഡ് മനസ്സിലാക്കിയ കാര്യമാണ്. ഡിവൈൻ ലെവലിലുള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റിനെ ഒറ്റയടിക്ക് കൊന്ന ഡസ്റ്റിൻ അപ്പോൾ ഏത് ലെവലുകാരനാണ്? ആ ചോദ്യമാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ മനസ്സിലേക്ക് വരുന്നത്. അവൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അവൾ വളരെ വില കുറച്ചാണ് ഡസ്റ്റിൻ നേരത്തെ കണ്ടത്. ആ ഡസ്റ്റിൻ അവളെയും അവൾക്കൊപ്പമുള്ള ആ മുറിവേറ്റ ഷാഡോ ഗാർഡുകളെയും തെല്ലെന്നുമല്ല അമ്പരപ്പിച്ചിരിക്കുന്നത്. ടിന ഹമറും എഡ്വിൻ ഹമറും ജെയ്ഡ് ഗ്രാൻറ്റും ജോഷയെ കുലുക്കി വിളിച്ചപ്പോ ജോഷ സാവധാനം കണ്ണു തുറന്നു. അത് ഞെട്ടി ഉണരുകയായിരുന്നു. ജോഷ ഞെട്ടി ഉണർന്നപ്പോ ഇപ്പോ ഒന്ന് അമ്പരുന്നത് ഡസ്റ്റിൻ റൈസാണ്. ഡസ്റ്റിൻ ശക്തമായിട്ടാണ് അവനെ അടിച്ചത്. സാധാരണഗതിയിൽ ബോധം വരാൻ 2-3 മണിക്കൂറെങ്കിലും പിടിക്കും. ഇവിടെ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോ ജോഷയ്ക്ക് ബോധം വന്നിരിക്കുകയാണ്. കണ്ണു തുറന്ന ജോഷ അമ്പരപ്പോടെ അടുത്തിരിക്കുന്ന ടിനയും ജെയ്ഡിനെയും പുറകിൽ നിൽക്കുന്ന എഡ്വിനെയും മാറി മാറി നോക്കി. അതിനുശേഷം അവൻ ചാടി എണീറ്റു. എന്താ സംഭവിച്ചേ? ജോഷ തന്റെ ചുറ്റും നിൽക്കുന്ന ആളുകളോട് ചോദിക്കുന്നത്. അതിന് മറുപടി പറഞ്ഞ ടിനയാണ്. ജോഷുവ, ഡസ്റ്റിനെ അടിയേറ്റാ നീ വീണത്. ഡസ്റ്റിൻ എന്നെ അടിക്കുകയോ? ഏയ്, അത് സംഭവിക്കത്തില്ല, ഞാൻ കാല് തന്നെ വീണതായിരിക്കും. ജോഷുവ അത് പറഞ്ഞതും
എഡ്വിനും കൂടെ പറഞ്ഞു. അതെ അതെ, അതിനാണ് സാധ്യത. എഡ്വിൻ അങ്ങനെ പറഞ്ഞപ്പോ എഡ്വിനൊപ്പമുള്ള ആളുകളൊക്കെ അത് തന്നെ പറഞ്ഞു. അതെ അതെ, അതാണ് സാധ്യത. ഡസ്റ്റിന്റെ അടുത്തേക്ക് മുന്നോട്ട് കുതിച്ച ജോഷുവയുടെ കാല് തെന്നിക്കാണും. കാല് തെന്നി ചുവരിലിടിച്ച് താഴെ വീണതാണ്. അങ്ങനെ അല്ലാതെ ജോഷുവ താഴെ വീഴാൻ ഒരു സാധ്യതയുമില്ല. അതിവേഗതയിൽ മുന്നോട്ട് കുതിച്ചപ്പോ ബാലൻസ് തെറ്റിയതാണ്. ജോഷുവ ആ കാര്യം ഉറപ്പിച്ചപ്പോ അവരൊന്ന് ചിരിച്ചു. എടാ, നീ രക്ഷപ്പെട്ടു, എന്റെ ബാലൻസ് ഒന്ന് പോയി. അങ്ങനെ പറഞ്ഞു ജോഷുവ ആ കൂടെ നിൽക്കുന്നവരെ മാറ്റി ഒന്ന് നേരെ നിന്നു. ഇനിയാണ് നീ എന്നെ അറിയാൻ പോകുന്നത്. സകലരും പ്രതീക്ഷയോടുകൂടി ആകാംക്ഷയോടി ജോഷുവ കാണുമ്പോ ജോഷുവ കാലൊന്ന് ചവിട്ടിയിട്ട് മുന്നോട്ട് കുതിച്ചു. ഇപ്പൊ അയാള് ചുറ്റുമുള്ള എയറിനെ ഒന്നും കൂട്ടുപിടിക്കുന്നില്ല. സ്വന്തം കൈക്കരുത്തിൽ ഡസ്റ്റിനെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് ജോഷുവ. ജോഷുവ മുന്നോട്ട് കുതിച്ചു, ചാടി ഉയർന്നു, ആഞ്ഞൊരറ്റയാടി. പക്ഷെ അടുത്ത നിമിഷത്ത് നമ്മൾ കാണുന്നത് ജോഷുവ തറയിൽ കിടക്കുന്നതാണ്. ഇപ്രാവശ്യം എല്ലാവരും അത് കണ്ടു. ഡസ്റ്റിന്റെ അടുത്തേക്ക് ചാടി ഉയർന്ന് ഡസ്റ്റിനെ ആഞ്ഞൊന്ന് അടിച്ചതാണ് ജോഷുവ. പക്ഷെ ജോഷുവയുടെ അടി ഡസ്റ്റിനെ കൊള്ളും മുമ്പ് ഡസ്റ്റിന്റെ വലത് കൈ ജോഷുവയുടെ കവിളിൽ പതിഞ്ഞിരുന്നു. അടിയേറ്റ് ജോഷുവ നേരെ താഴേക്ക് വീണു. ജോഷുവ ഹമ്മറേക്കാൾ വേഗത ഡസ്റ്റിൻ റൈസിനുണ്ടെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. പക്ഷെ തോൽവി സമ്മതിക്കാൻ ജോഷുവ തയ്യാറല്ല. ജോഷുവ ചാടി എണീറ്റു. വീണ്ടും അവൻ ചാടി എണീക്കണ കണ്ടപ്പോ ഡസ്റ്റിനും ജോഷുവ ഒരു താല്പര്യം ഉണ്ടായി. ഇവൻ കൊള്ളാം, അടിയേറ്റിട്ടും ഇവനൊരു കുലുക്കവും ഇല്ല. അങ്ങനെ ഡസ്റ്റിൻ കരുതുമ്പോ ജോഷുവ ലോസൺ ഫ്ലെച്ചറോട് വിളിച്ചു പറഞ്ഞു, എടുക്ക്. ലോസൺ ഫ്ലെച്ചറോട് ജോഷുവ അങ്ങനെ വിളിച്ചു പറഞ്ഞതും ലോസൺ ഉടൻ തന്നെ പുറകെ നിൽക്കുന്ന ബോഡി ഗാർഡുകളോട് ആംഗ്യം കാണിച്ചു. അല്പസമയം കഴിഞ്ഞതും അവന്മാർ ഒരു പെട്ടി അവിടെ കൊണ്ടുവന്നു. ആ പെട്ടി തുറന്ന ലോസൺ ബ്രോൺസ് നിറത്തിലുള്ള ഒരു വാള് പുറത്തെടുത്തു. ആ വാള് അയാൾ നേരെ ജോഷുവയ്ക്ക് ഇട്ടുകൊടുത്തു. ജോഷുവ ആ വാള് കയ്യിലെടുത്തു. ആ വാള് ജോഷുവയുടെ കയ്യിലേക്ക് വന്നപ്പോ അയാളുടെ മുഖത്തങ്ങ് പ്രകാശം ഉണ്ടാവുകയാണ്. അയാൾ ശരിക്കും ശക്തനായ ഒരു പ്രതീതി ആ വാള് വന്നപ്പോൾ ഉണ്ട്. ആ വാൾ ഇങ്ങനെ പിടിച്ചിട്ട് ജോഷുവ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഇത് കണ്ട, ഇത് നൂറുകണക്കിന് ആളുകളെ നിമിഷങ്ങളോട് കൊല്ലാൻ കപ്പാസിറ്റി ഉള്ള പ്രത്യേക വാളാണ്. നീ തീർന്നടാ. പക്ഷേ നീ ഭാഗ്യവനാണ്. എന്റെ ഈ വാളുകൊണ്ട് കഴുത്തരിയപ്പെടാനുള്ള ഭാഗ്യമാണ് നിനക്ക് ഉണ്ടായിരിക്കുന്നത്. ജോഷുവ ഹമ്മർ ആ വാള് കാണിച്ച് ഡസ്റ്റിനോട് അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ ജോഷുവോട് പറഞ്ഞു, ഡേയ്, സംസാരം പിന്നെ വാ. ഡേയ് എന്നുള്ള ആ വിളിയും ഡസ്റ്റിൻ റൈസിന്റെ ആ പറച്ചിലും ഒക്കെ ശരിക്കും ഒരു പിരിപിരിപ്പ് ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കുകയാണ്. ഇവനും വട്ടായോ. ജോഷുവയെ 2 തവണ ഡസ്റ്റിൻ അടിച്ചിട്ടിട്ടും ഇപ്പോഴും ജോഷുവയാണ് മിടുക്കൻ എന്നുള്ള ശൈലിയിലാണ് ആളുകൾ കരുതുന്നത്. അതുമാത്രമല്ല ജോഷുവയുടെ കയ്യിൽ വാളിരിക്കുകയാണ്. ഡസ്റ്റിൻ ആ നിമിഷത്തിലും ജോഷുവയെ കളിയാക്കി പറഞ്ഞപ്പോ ജോഷുവ പിന്നൊന്നും നോക്കിയില്ല. ജോഷുവ ആ വാളുമായിട്ട് ഒരൊറ്റ ഓട്ടം. ഡസ്റ്റിന് നേരെയല്ല, ഡസ്റ്റിന്റെ ചുറ്റുമായി ഓടുകയാണ്. ശരിക്കും ഒരു വലയം അയാൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ഡസ്റ്റിന്റെ പുറകിലോട്ട് അയാൾ വരുമ്പോഴും ഡസ്റ്റിൻ അനങ്ങുന്നില്ല. ഡസ്റ്റിൻ മുന്നോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. ശരിക്കും ഒരു വല ഇങ്ങനെ തീർത്തുകൊണ്ട് അതിവേഗതയിൽ ഡസ്റ്റിന് അടുത്തേക്ക് ആ റൗണ്ട് കുറച്ചു കൊണ്ടുവന്ന് ഡസ്റ്റിന്റെ കഴുത്തിലേക്ക് ആഞ്ഞു വെട്ടുക എന്നുള്ളതാണ് ജോഷുവയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടെ അതിവേഗതയിൽ ഡസ്റ്റിന് ചുറ്റും കറങ്ങിയ ജോഷുവ ആഞ്ഞൊന്ന് വെട്ട് കൃത്യം ഡസ്റ്റിന്റെ കഴുത്തിലേക്ക് തന്നെയാണ് വന്നത്. പക്ഷേ കഴുത്തിലേക്ക് ആ വാൾ എത്തിയപ്പോ ഡസ്റ്റിൻ ആ വാളിലൊന്ന് പിടിച്ചു. ജോഷുവയുടെ അതിശക്തമായ ആ വെട്ടിനെയാണ് വാൾ ഉൾപ്പെടെ ഡസ്റ്റിൻ തറഞ്ഞു നിർത്തിയത്. ഡസ്റ്റിന്റെ 2 വിരലിനകത്ത് ആ വാളിരിക്കുകയാണ്. തറയിലേക്ക് കാലൂന്നിയ ജോഷുവ അമ്പരപ്പോടെ ഡസ്റ്റിനെ ഇടത് കയ്യിലിരിക്കുന്ന വാളിനെ മാറി മാറി നോക്കുമ്പോ ഡസ്റ്റിൻ കാലുയർത്തി ഒരു ഒറ്റ ചവിട്ട്. എന്താണ് സംഭവിച്ചതെന്ന് ജോഷയ്ക്ക് മനസ്സിലാകുമ്പോഴേക്കും ജോഷുവ പുറയിലുള്ള മേശയും കസേരകളൊക്കെ തെറിപ്പിച്ചുകൊണ്ട് ആളുകളേക്ക് ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് ഏറ്റവും പുറകിലുള്ള ഒരു തൂണി പോയി ഇടിച്ച് മുന്നോട്ട് വീണു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന വാള് എങ്ങോട്ട് തെറിച്ചിരിക്കുകയാണ്. തൂണിലിടിച്ച് മുന്നോട്ട് വീണ ജോഷുവ തല ഉയർത്തപ്പോ തൊട്ടു മുന്നിൽ ഡസ്റ്റിനുണ്ട്. ഡസ്റ്റിൻ കമിഴ്ന്നു കിടക്കുന്ന ജോഷുവയുടെ പുറത്ത് ആഞ്ഞൊരു ചവിട്ടിയിട്ട് ഒരു കാലുകൊണ്ട് ജോഷുവെ മറിച്ചിട്ടു. ശരിക്കും ഒരു നിസ്സാരനെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് ഡസ്റ്റിൻ ജോഷുവെ കൈകാര്യം ചെയ്യുന്നത്. ഡസ്റ്റിൻ ജോഷുവയുടെ നെഞ്ചിൽ കാല് വെച്ചുകൊണ്ട് ജോഷുവോട് പറഞ്ഞു, നടാഷെ മോചിപ്പിക്കുക. ഡസ്റ്റിൻ റൈസ് കാലെന്ന് ആഞ്ഞ് അമർത്തിയാൽ അവിടെ ജോഷുവ അവസാനിക്കും. അതാണ് സാഹചര്യം. ഡസ്റ്റിനസ് അങ്ങനെ പറഞ്ഞപ്പോ ജെയ്ഡ് ഉറക്കെ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നീ എതിർക്കുന്നത് ഹമ്മർ കുടുംബത്തെ മാത്രമല്ല ഗ്രാൻഡ് കുടുംബത്തെ കൂടിയാണ്. എന്റെ ഫിയാൻസിയാണ് ജോഷുവ. ജെയ്ഡ് ഗ്രാൻഡ് കുടുംബത്തിലെ ടൈലർ ഗ്രാൻഡിന്റെ അനുജത്തിയാണ്. ഗ്രാൻഡ് കുടുംബം ട്രമൻഡസ് 3 എന്നറിയപ്പെടുന്ന 3 കുടുംബങ്ങളിൽ ഒന്നാണ്. മിൽസ്ബർഗ് സ്റ്റേറ്റിലെ എല്ലാവരും ബഹുമാനിക്കുന്ന 3 കുടുംബങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് കുടുംബമെന്ന് പറയാതെ പറയുകയാണ് ഇവിടെ ഇതാ ജെയ്ഡ് ഗ്രാൻഡ് അങ്ങനെ പറഞ്ഞതും ജസ്റ്റിൻ കാലിനുയർത്തിയിട്ട് ഒരൊറ്റ തട്ട്. ജോഷുവ തറയിലൂടെ നിരങ്ങി തൊട്ടു മുന്നിലെ മേശയുടെ സൈഡിൽ ഇടിച്ച് താഴെ വീണു. ആ നിമിഷത്തിൽ ഡസ്റ്റിൻ തൊട്ടടുത്തെത്തി. ഡസ്റ്റിൻ ആ മേശപ്പുറത്ത് നേരത്തെ കുത്തി നിർത്തുന്ന വാള് വലിച്ചിങ്ങെടുത്തു. ആ വാള് വലിച്ചെടുത്തിട്ട് ഡസ്റ്റിൻ ജോഷുവോട് പറഞ്ഞു, നടാഷയെ മോചിപ്പിക്കുക. നടാഷയെ മോചിപ്പിക്കുന്ന
ഡസൻ പറഞ്ഞിട്ടും ആരും അനങ്ങുന്നില്ല. അത് കണ്ടതും ഡസന്റെ വാള് ഒന്ന് താഴ്ന്നു. ശരിക്കും ആ ഹാളിലെ മുഴുവൻ ആളുകളെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഡസന്റെ ആ വാള് ജോഷുയുടെ ഇടത് കൈ അറുത്തുമാറ്റി. ജോഷുയുടെ ഇടത് കൈയുടെ മുകൾ ഭാഗത്ത് വെച്ചാണ് കട്ടായത്. ആ കൈ ശരീരത്ത് അറ്റുമാറിയതും എഡ്വിൻ അലറി വിളിച്ചു, മോനെ ജോഷുവ! ഇടത് കൈ അറ്റുമാറിയെന്ന് അറിഞ്ഞതും ജോഷുവ ഡസനോട് പറഞ്ഞു, ഡസൻ നീ തീർന്നടാ. കൈ അച്ചിട്ടും ജോഷുവ അങ്ങനെ പറഞ്ഞതും ഡസൻ എഡ്വിനോട് പറഞ്ഞു, നടാഷയെ മോചിപ്പിക്കുക. അയാളുടെ മകൻ ജോഷുയുടെ കൈ അറ്റിരിക്കുന്ന അയാൾ കണ്ടു. എന്നിട്ടും ഡസൻ പറഞ്ഞത് കേട്ടപ്പോ അത് അനുസരിക്കാൻ ഒരു മടി എഡ്വിനുണ്ട്. ടിനയും ജെയ്ഡും ഡസനോട് പറഞ്ഞു, ഡസൻ നീ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞങ്ങൾ തീർക്കും. നീ ഗ്രാൻഡ് കുടുംബത്തോടും ഹമർ കുടുംബത്തോടും കളിക്കുന്നത്. ബൗൾഡർ ഹോണുകാരും നിന്നെ വെറുതെ വിടില്ല. ഗ്രാൻഡ് കുടുംബവും ബൗൾഡർ ഹോണും ഹമർ കുടുംബവും ഒന്നിച്ചു ചേർന്ന് ഡസനെ വേട്ടയാടുമെന്നാണ് ഗ്രാൻഡ് കുടുംബത്തിന്റെ ജെയ്ഡ് ഗ്രാൻഡും ഹമർ കുടുംബത്തിന്റെ ടിന ഹമറും ഒരുമിച്ച് ഉറക്കെ പറഞ്ഞത്. അത് കേട്ടതും ഡസന്റെ കൈ ഒരിക്കൽ കൂടി താഴേക്ക് വന്നു. ആ നിമിഷത്തിൽ ജോഷുയുടെ വലത് കൈ മാറ്റു. ജോഷുയുടെ രണ്ട് കൈകളും അറ്റത് കണ്ടതും എഡ്വിൻ ഒന്ന് നടുങ്ങി. ഡസൻ എഡ്വിനെ നോക്കിയിട്ട് വാള് ജോഷിയുടെ വലത് കാലിന് നേരെ കൊണ്ടുവന്നതും എഡ്വിൻ ടിനയോട് പറഞ്ഞു, ടിന നടാഷയെ മോചിപ്പിക്കൂ. എഡ്വിൻ പറഞ്ഞത് കേട്ടതും ടിന എഡ്വിനോട് പറഞ്ഞു, അച്ഛാ അതെന്തിനാ? ടിന ഞാൻ പറഞ്ഞത് ചെയ്യും. ആ സമയത്ത് എഡ്വിന് ജോഷുവെ രക്ഷിക്കുക എന്നുള്ള ഒറ്റ കടമയേ ഉള്ളൂ. അത് മനസ്സിലാക്കി ടിന നേരെ അകത്തേക്ക് പോയി നടാഷയും കൊണ്ടുവന്നു. നടാഷ പുറത്ത് പരിക്കുകളുമുണ്ട്. നടാഷയുടെ കൈ കെട്ടിയിരിക്കുകയാണ്. നടാഷയുടെ തലമുടി പിടിച്ചുകൊണ്ടാണ് ടിന അങ്ങോട്ട് കൊണ്ടുവന്നത്. അത് കണ്ടതും ഡസ്റ്റിൻ ടിനയോട് പറഞ്ഞു, നടാഷയുടെ കെട്ടഴിക്ക്. ടിന നടാഷയുടെ കെട്ടുകൾ അഴിച്ചു. നടാഷയുടെ കൈയിലെ കെട്ടഴിച്ചതും നടാഷ കൈ ഒന്ന് കുടഞ്ഞു. കൈ കുടഞ്ഞിട്ട് നടാഷ കൈ നിവർത്തി ടിനയുടെ കവിളിൽ ഒരൊറ്റയാടി. അടിയേറ്റ് ടിന ഒന്ന് തിരിഞ്ഞതും നടാഷ ഒരു അടി കൂടെ പറ്റിച്ചു. പടക്കം പെട്ടുപോലെ രണ്ടടി. നടാഷ അവളുടെ ദേഷ്യം മുഴുവൻ തീർത്തതാണ്. ടിന ഹമർ മുറിക്കകത്തിട്ട് നടാഷയെ ഉപദ്രവിച്ചുവെന്ന് ആ അടി വിളിച്ചു പറയുകയാണ്. രണ്ട് കൈയും അറ്റ് കിടക്കുന്ന ജോഷയെ ഒന്ന് നോക്കിയിട്ട് നടാഷ ഡസ്റ്റിന് അടുത്തേക്ക് വന്നതും ഡസ്റ്റിൻ കാലുയർത്തി ജോഷ ഹമറിന്റെ വയറ് ലക്ഷ്യമാക്കി ഒരൊറ്റയാടി. ഫുട്ബോളിൽ അതിശക്തമായി അടിക്കും പോലെയാണ് ജോഷ ഹമറിന്റെ വയറിലേക്ക് ഡസ്റ്റിൻ ആഞ്ഞടിച്ചത്. ആ അടിയേറ്റ ജോഷ കിടന്നിടത്തുനിന്ന് തെറിച്ച് തൊട്ടു പുറകിലുള്ള തൂണിൽ വന്നിടിച്ച് താഴേക്ക് വീണു. താഴേക്ക് വീഴുമ്പോ തന്നെ ജോഷ ഉറക്കെ അവന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എന്റെ കോർ. മാർഷൽ ആർട്ടിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കോറാണ്. ഡെസ്റ്റിനൈസിന്റെ ആ കിക്കിൽ ജോഷ ഹമർ തെറിച്ച് പുറകിലേക്ക് പോയി ആ തൂണിലിടിച്ച് താഴെ വീഴുമ്പോ അതൊരു ദയനീയ കാഴ്ചയാണ്. അവന്റെ രണ്ട് കൈയും ഇല്ല. ഒരു ശവം പോലെയാണ് അവൻ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന് ഇടിയേറ്റ ആ വയറ് പൊത്തിപ്പിടിക്കാനും വയ്യ. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ജോഷ ഹമർ നോക്കിയിട്ട് ഡസൻ നടാഷയുമായി പുറത്തേക്ക് നീങ്ങി. ആ ഹാളിൽ അനവധി അതിഥികളുണ്ട്. ആ അതിഥികളൊക്കെ ആ കാഴ്ച കണ്ടു. സാക്ഷാൽ എഡ്വിൻ ഹമറുടെ വീട്ടിനകത്ത് കയറി വന്ന് ഒരു താണ്ഡവം തന്നെ നടത്തി ഡസൻ തിരിച്ചു പോകുന്നത് ഏത് ഭാവത്തിലാണ് അവർ കാണുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. ഇങ്ങനൊരു കാഴ്ച കാണാനുള്ള അവസരം അവർക്ക് ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് പോലും അവർ കരുതിയിരുന്നല്ല. അവരൊക്കെ കണ്ടു. എഡ്വിൻ ഹമറും ടിന ഹമറും ജോഷ ഹമറും ഒക്കെ ഉണ്ടായിരുന്ന ആ സദസ്സിൽ ജോഷയെ കൊല്ലാതെ കൊല്ലുന്ന ഒരു ചെറുപ്പക്കാരനെ അവർ കണ്ടു. നടാഷ പതുക്കെ പതുക്കെ നടക്കുന്നത്, ഞൊണ്ടിയാ നടക്കുന്നത്. നടാഷയെ കാര്യമായി ഉപദ്രവിച്ചു എന്നുള്ളതിന്റെ സകല ലക്ഷണവും അത് കാണിക്കുകയാണ്. അത് കണ്ടതും ഇംഗ്ലീഷ് നടാഷയുടെ അടുത്ത് വന്നു. നടാഷയെ സഹായിക്കാനായിട്ട് ഇംഗ്ലീഷ് വന്നതും നടാഷ ഇംഗ്ലീഷിനോട് പറഞ്ഞു, ഏയ് ഇംഗ്ലീഷ്, നിനക്ക് ശരിക്കും പരിക്കുണ്ട്, നീ എന്നെ പിടിക്കണ്ട. അല്ല മിസ് ഹാർമൺ, ഞാൻ സഹായിക്കാം. വേണ്ടെന്നേ. അങ്ങനെ പറഞ്ഞിട്ട് നടാഷ ഇംഗ്ലീഡിന്റെ മുഖത്ത് നോക്കിയപ്പോ ഇംഗ്ലീഡിന് കാര്യം മനസ്സിലായി. ഉടനെ ഇംഗ്ലീഡ് അങ്ങ് മാറി. നടാഷയ്ക്ക് നടക്കാൻ പറ്റില്ലെന്ന് കണ്ടതും ഡസ്റ്റിൻ പതുക്കെ നടാഷ എടുത്തു. നടാഷ ഹാർമണെ ഇരു കൈകളിലും എടുത്ത് ഡസ്റ്റിൻ റയസ് ആ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ കാഴ്ച ലോസൺ ഫ്ലച്ചറും എഡ്വിൻ ഹമറും ഒക്കെ കാണുന്നുണ്ട്. അതൊരു കാഴ്ച തന്നെയാണ്. ഒരു നായകൻ നായികയുമായി വില്ലന്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന ആ കാഴ്ച അവർക്ക് എങ്ങനെയാ മറക്കാൻ പറ്റുക? നടാഷയും കൊണ്ട് ഡസ്റ്റിൻ പുറത്തേക്ക് നടന്നിറങ്ങുമ്പോ നടാഷയുടെ കണ്ണുകൾ ഡസ്റ്റിന്റെ മുഖത്താണ്. അവൾ ഈ ലോകത്തിലെ ഏറ്റവും സൗഭാഗ്യമുള്ള, ഏറ്റവും സന്തോഷവതിയായ, ഭാഗ്യവതിയായ ആളാണെന്ന ഒരു തോന്നൽ ആ നിമിഷത്തിൽ നടാഷയ്ക്ക് ഉണ്ടാവുകയാണ്. അവൾ കൗതുകപൂർവ്വം ഡസ്റ്റിനെ നോക്കുമ്പോ ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, കുഴപ്പമല്ലോ ഉണ്ടോ? ഏയ്, എന്ത് കുഴപ്പം? ആ ടീം അവരുടെ വാഹനത്തിൽ നേരെ നടക്കുമ്പോ ജെസ്സിക്കയും റൂത്തും ക്വിന്റിനും ഒക്കെ അവരുടെ വസതിയിൽ വല്ലാതെ ആലോചനയിലാണ്. ജെസ്സിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ശരിക്കും ടെൻസ്ഡ് ആണ് അവർ. രാത്രി 10 മണി കഴിയാറായി. നടാഷ ഹാർമണെ രക്ഷിക്കാൻ ഇംഗ്ലണ്ടിനും കൂട്ടർക്കും പറ്റിയോ ഇല്ലയോ എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് അവർ. അവരുടെ സകല സ്വപ്നവും മകൾ നടാഷയിലാണ്. നടാഷയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു പേടി ജെസ്സിക്കയ്ക്കുണ്ട്. റൂത്തും വല്ലാതെ അസ്വസ്ഥയാണ്.
ജെസിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുമ്പോ ജെസിക്കയും റൂത്തും നിൽക്കുന്ന ആ മുറി തന്നെ സാക്ഷാൽ ക്വിന്റിനുമുണ്ട്. ക്വിന്റിൻ വല്ലാത്ത ആലോചനയിലാണ്. അയാളുടെ ഉള്ളിൽ സന്തോഷം ഇങ്ങനെ തിളച്ചു മറിയുകയാണ്. അവന്റെ എതിരാളിയാണ് അവന്റെ കസിൻ കൂടിയായ നടാഷ ഹാർമൺ. ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിന്റെ പ്രസിഡന്റും സിഇഒ ഒക്കെയാണ് നടാഷ ഹാർമൺ. നടാഷ ഹാർമണും ഡെസൻ റയസും എഡ്വിൻ ഹമ്മറിന്റെ വസതിയിൽ കൊല്ലപ്പെട്ടാൽ പിന്നെ ഹാർമൺ കുടുംബത്തിൽ ക്വിന്റിനെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ക്വിന്റിന് മിൽസ്ബർഗിലെ ഹാർമൺ കുടുംബത്തിൽ ഒരുപാട് സപ്പോർട്ടുണ്ട്. നടാഷ ഹാർമണാണ് അവന്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഏക കക്ഷി. ആ കക്ഷി ഇന്ന് രാത്രിയോടുകൂടി ഇല്ലാതാകാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ക്വിന്റിന് ഒരുപാട് സന്തോഷം വരുന്നുണ്ട്. പക്ഷെ ആ സന്തോഷം പുറത്തു കാണിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. നടാഷയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ഭയന്നിരിക്കുന്ന റൂത്തും ജെസിക്കയും അത് കണ്ടാൽ പ്രശ്നമാകുമെന്ന് ക്വിന്റിന് അറിയാം. ക്വിന്റിൻ സങ്കടത്തോടുകൂടി ജെസിക്കയോട് പറഞ്ഞു, ആന്റി, നടാഷ രക്ഷപ്പെടില്ലേ? അങ്ങനെ ക്വിന്റിൻ ചോദിച്ച ആ നിമിഷത്തിൽ ആ വീടിന്റെ മാനേജർ അങ്ങോട്ട് ഓടി വന്നു. മിസ്സസ് ഹാർമൺ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഏയ്, എന്ത് സന്തോഷ വാർത്ത? മിസ് ഹാർമൺ മോചിപ്പിക്കപ്പെട്ടു. നടാഷ ഹാർമൺ മോചിപ്പിക്കപ്പെട്ടു എന്നാണ് ആ വീടിന്റെ മാനേജർ റിപ്പോർട്ട് ചെയ്തത്. ആ വാർത്ത കേട്ടതും റൂത്ത് ശരിക്കും സന്തോഷത്തോടെ ഓടി വന്ന് അവളുടെ അമ്മയെ കെട്ടിപ്പിടിച്ചു. അവ ചേച്ചി രക്ഷപ്പെട്ടു. ആ വാർത്ത ശരിക്കും ഞെട്ടലുണ്ടാക്കിയത് ക്വിന്റിനാണ്. ക്വിന്റിൻ കെട്ടിപ്പൊക്കിയ അവന്റെ സ്വപ്ന സൗധം ഇടിഞ്ഞു വീഴുകയാണ്. നടാഷ രക്ഷപ്പെട്ടെന്നോ? അതിന് ഒരു സാധ്യതയുമില്ലല്ലോ. അവനറിയാം ഹമ്മർ കുടുംബത്തിൽ എന്താണ് ഒരുക്കിയിരിക്കുന്നതെന്ന്. ഹമ്മർ കുടുംബത്തിൽ നിന്ന് ഒരു കാരണവശാലും നടാഷ രക്ഷപ്പെടില്ല. കൊണ്ടുപോയിരിക്കുന്നത് ജോഷുവയാണ്. ജോഷുവെ തോൽപ്പിച്ച് അവിടെ നിന്ന് നടാഷയെ രക്ഷിക്കാൻ ഇൻഗ്ലിഡിനും കൂട്ടർക്ക് പറ്റില്ല എന്ന് 100% ഉറപ്പാണ്. അങ്ങനെ ഒരു ചിന്ത ക്വിന്റിന്റെ മനസ്സിൽ വന്നതും ജെസിക്ക ആ മാനേജറോട് ചോദിച്ചു, ഏയ്, നമ്മുടെ ഷാഡോ ഗാർഡ് അവ കൊള്ളാല്ലേ? മാഡം, ഷാഡോ ഗാർഡ് അല്ല നടാഷയെ രക്ഷിച്ചത് ഡസ്റ്റിനാണ്. ഡസ്റ്റിൻ റയസ് ആണ് നടാഷ ഹാർമണെ രക്ഷിച്ചതെന്ന് ആ മാനേജർ പറഞ്ഞപ്പോ ജെസിക്ക അത്ഭുതത്തോടെ ആ മാനേജർ നോക്കുമ്പോ അതേ അത്ഭുതം ക്വിന്റിന്റെ മുഖത്തുമുണ്ട്. ഡസ്റ്റിൻ റയസ് എഡ്വിൻ ഹമ്മറുടെ വസതിയിൽ നിന്ന് ജോഷുവ ഹമ്മർ ഉള്ള അതേ സമയത്ത് നടാഷയെ രക്ഷിച്ചെന്നു. അതെങ്ങനെ പറ്റും? അസംഭവ്യം. അങ്ങനെ ഒരു ചിന്തയാണ് ക്വിന്റിനുണ്ടായത്. അതേ സമയത്ത് റൂത്തിന് ആ വാർത്ത വല്ലാതെ ആവശ്യം ഉണ്ടാക്കുകയാണ്. അവൾ ഉറക്കെ പറഞ്ഞു, ബ്രദറില്ല, ശക്തനാണ്. ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റർ റയസ് ചേച്ചി രക്ഷിക്കുന്നു. ജെസിക്കയോടെ അവൾ അങ്ങനെ പറയുമ്പോ ജെസിക്ക അത് തന്നെയാണ് മനസ്സിൽ കണ്ടത്. വെറുതെയല്ല നടാഷ ഡസ്റ്റിനെ കൂടെ നിർത്താൻ എന്ത് വിലയും കൊടുക്കാൻ തയ്യാറാകുന്നത്. ഡസ്റ്റിനെ അവൾ കൂടെ നിർത്തുകയാണ്. അക്കാര്യം ജെസിക്കയ്ക്ക് അറിയാം. ഡസ്റ്റിന് വേണ്ടി ആരോട് പിണങ്ങാനും നടാഷയ്ക്ക് ഒരു മടിയുമില്ല. ഡസ്റ്റിനെ കൂടെ നിർത്താനായി അവൾ എന്തും വേണ്ടാന്ന് വെക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ അതാണ് വിളിച്ചു പറയുന്നത്. അവൾ വെറുതെ അല്ല ഡസ്റ്റിന് വേണ്ടി പിടിവാശി പിടിക്കുന്നത്. ഈ ലോകം മുഴുവൻ എതിർത്താലും നടാഷയെ രക്ഷിക്കാൻ ഡസ്റ്റിൻ തയ്യാറാകുമെന്ന് നടാഷയ്ക്ക് പൂർണ്ണ ഉറപ്പാണ്. എന്തായാലും എന്റെ മകൾ സെലക്ട് ചെയ്ത കക്ഷി കൊള്ളാം. അങ്ങനെ ഒരു ചിന്തയാണ് പെട്ടെന്ന് ജെസിക്കയുടെ മനസ്സിൽ ഉണ്ടായത്. പിറ്റേന്ന് നേരം വെളുത്തു. രാവിലെ ഉറക്കമെണീറ്റ ഡസ്റ്റിൻ റയസ് അവന് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണ്. മുട്ട കൊണ്ടുള്ള ഒരു ഭക്ഷണമാണ്. മുട്ട ശരിക്കും അവിച്ചെടുത്തിട്ട് പകുതി മുറിക്കും. പകുതി മുറിച്ച ആ മുട്ടയിൽ മറ്റ് അനവധി വിഭവങ്ങൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു അടിപൊളി ടേസ്റ്റ് ആണ്. ഡസ്റ്റിൻ ശരിക്കും നന്നായിട്ട് അത് ഉണ്ടാക്കും. ഡസ്റ്റിൻ ഒരു പ്ലേറ്റിൽ 3-4 മുട്ടകൾ ആ ശൈലിയിൽ അരിഞ്ഞെടുത്ത് ആ പകുതി മുട്ടയുടെ പുറത്ത് വിവിധ വിഭവങ്ങളൊക്കെ ചേർത്ത് ഭംഗിയായി പ്ലേറ്റ് അറേഞ്ച് ചെയ്ത് മേശപ്പുറത്ത് കൊണ്ടുവച്ചപ്പോഴാണ് ഡാലിയ നിക്കോൾസൺ അകത്തേക്ക് വരുന്നത്. ഡസ്റ്റിൻ, ഇത് കൊള്ളാലോ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്ന് എങ്ങനെ മനസ്സിലായേ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഡാലിയ പീസ് മെഡിക്കൽ സെന്ററിലെ ആ മുറിയിലേക്ക് കടന്നു വരുന്നത്. പെട്ടെന്ന് ഡാലിയെ കണ്ടപ്പോ ഡസ്റ്റിന് ഒരു കൗതുകം. ഡാലിയ, നീ എന്താ രാവിലെ? അങ്ങനെ ഡസ്റ്റിൻ ചോദിച്ച അതേ നിമിഷത്തിൽ ഡസ്റ്റിന്റെ ബെഡ്റൂമിൽ നിന്ന് ഒരാള് പുറത്തേക്ക് ഇറങ്ങി. ഡസ്റ്റിന്റെ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആളെ കണ്ട ഡാലിയ ഞെട്ടി, ശരിക്കും ഞെട്ടി. ഇറങ്ങി വരുന്നത് സാക്ഷാൽ നടാഷ ഹാർമണാണ്. നടാഷ ഡസ്റ്റിന്റെ ഒരു ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഡസ്റ്റിന്റെ ഷർട്ടും സ്കർട്ടും അതാണ് അവളുടെ വേഷം. ആ ഷർട്ടിൽ 1-2 ബട്ടൺസ് ഇട്ടിട്ടുമില്ല. ആ വേഷത്തിലാണ് നടാഷ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങിയ നടാഷയും ഞെട്ടി. അവൾ കാണുന്നത് ഡാലിയ നിക്കോൾസിനെയാണ്. 2 സുന്ദരിമാരും മുഖത്തോട് മുഖം നോക്കുകയാണ്. നടാഷ, നീ ഇവിടെ? അതേ ചോദ്യമാണ് നടാഷ ഡാലിയോട് ചോദിച്ചു. ഡാലിയ, നീ ഇവിടെ? രണ്ടുപേരും ആ ചോദ്യം ചോദിക്കുമ്പോൾ രണ്ടുപേരും മുന്നോട്ട് നടക്കുകയാണ്. രണ്ടുപേരും നടന്നു വന്ന് എത്തിയത് ആ ടേബിളിന്റെ അപ്പുറവും ഇപ്പുറവുമാണ്. ടേബിളിന്റെ അടുത്തെത്തിയ നടാഷ ഹാർമണും ഡാലിയ നിക്കോൾസണും ടേബിളിൽ ഇരിക്കുന്ന ആ പ്ലേറ്റ് കണ്ടു. പ്ലേറ്റിലിരിക്കുന്ന ആ മുട്ടയും ഭംഗിയായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ട കൊണ്ടുള്ള വിഭവം കണ്ടതും ഡാലിയ
ഉറക്കെ ഡസ്റ്റിനോട് പറഞ്ഞു, താങ്ക് യു ഡസ്റ്റിൻ. അങ്ങനെ പറഞ്ഞിട്ട് ഡാലിയ കസലിലിരുന്ന് ആ പ്ലേറ്റ് അവളുടെ അടുത്തേക്ക് വലിച്ചു വെച്ചു. അത് കണ്ടത് നടാഷ ഡാലിയുടെ നേരെ എതിരെയുള്ള കസലിലിരുന്നു. അതിനുശേഷം അവൾ ഡാലിയുടെ അടുത്തിരുന്ന പ്ലേറ്റ് അവളുടെ അടുത്തേക്ക് വലിച്ചു വെച്ചു. ഡസ്റ്റിൻ താങ്ക് യു. ഡസ്റ്റിൻ, മുട്ട കൊണ്ടുള്ള ഈ വിഭവം എനിക്ക് ഇഷ്ടമാണെന്ന് ഡസ്റ്റിൻ എങ്ങനെ മനസ്സിലായത്? അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നടാഷ ആ പ്ലേറ്റ് അവളുടെ അടുത്തേക്ക് നീക്കി വെച്ചത്. ഡസ്റ്റിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് നടാഷ അങ്ങനെ പറഞ്ഞത്. ഡസ്റ്റിനെ നടാഷ തിരിഞ്ഞു നോക്കിയതും ഡാലിയ കൈ എത്തിച്ച് ആ പ്ലേറ്റ് അവളുടെ അടുത്തേക്ക് വലിച്ചു. കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് സ്ഥിരമായി ഡസ്റ്റിൻ ഉണ്ടാക്കി തരുന്നത് ഈ വിഭവമാണല്ലേ ഡസ്റ്റിൻ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അവൾ അടുത്തേക്ക് വലിച്ചത്. പ്ലേറ്റ് നീങ്ങുന്ന ശബ്ദം കേട്ട് നടാഷ പെട്ടെന്ന് പ്ലേറ്റ് കയറി പിടിച്ചു. പ്ലേറ്റിന്റെ ഒരു ഭാഗത്ത് നടാഷയും മറുഭാഗത്ത് ഡാലിയെ പിടിച്ചിരിക്കുകയാണ്. രണ്ടുപേരും പ്ലേറ്റ് അവരുടെ അടുത്തേക്ക് വലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കാഴ്ച മറ്റൊരു ബെഡ്റൂമിലൂടെ എത്തി നോക്കുന്ന മാക്സിംസും ആ മുറിയിലേക്ക് വന്ന കാറ്റ്ലിനും കണ്ടു. സകലരുടെ കണ്ണുകളും ഇപ്പോ ആ ടേബിളിലാണ്. ഡസ്റ്റിൻ റയാസും ആ കാഴ്ച കണ്ടു. 2 സുന്ദരിമാർ ഒരു പ്ലേറ്റ് മുട്ടയ്ക്ക് വേണ്ടി അടിപിടി കൂടുകയാണ്. ഏയ്, ഇതെന്റെ പ്ലേറ്റ് ആണ്. ഡാലിയ അങ്ങനെ പറഞ്ഞതും നടാഷ ഡാലിയോട് പറഞ്ഞു, ഏയ് അതല്ല, എനിക്ക് വേണ്ടി ഡസ്റ്റിൻ ഉണ്ടാക്കിയതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവൾ വലിക്കുന്നത്. നിനക്ക് വേണ്ടിയോ? എല്ലാപ്പോഴും ഡസ്റ്റിൻ എനിക്കാണ് ഉണ്ടാക്കി തരുന്നത്. അങ്ങനെ പറഞ്ഞ ഡാലിയ വലിക്കുകയാണ്. 2 സ്ത്രീകളും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ആ മുട്ടയെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന കണ്ടപ്പോ മാക്സിംസിന്റെ അടുത്തേക്ക് കാറ്റ്ലിൻ എത്തി. മാക്സിംസിനോടായി കാറ്റ്ലിൻ ചോദിച്ചു, അല്ല മാക്സിംസ്, ഇതിൽ ആര് ജയിക്കും? കാറ്റ്ലിൻ അങ്ങനെ ചോദിച്ചപ്പോ മാക്സിംസ് കാറ്റ്ലിനോട് പറഞ്ഞു, 2 പേരും വിട്ടുകൊടുക്കുന്നവരല്ല. ഡസ്റ്റിൻ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിച്ചാലേ പറ്റൂ. ഡസ്റ്റിൻ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിച്ചാലേ പറ്റൂ എന്ന് മാക്സിംസ് പറയുന്നത് നല്ല ഷാർപ്പ് ചെവിയുള്ള ഡസ്റ്റിൻ കേട്ടു. ഡസ്റ്റിൻ പെട്ടെന്ന് നടന്ന് ആ സ്ത്രീകളുടെ അടുത്തെത്തി. ഡസ്റ്റിൻ അവരുടെ അടുത്തെത്തിയതും ഡാലിയും നടാഷയും ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ തീരുമാനിക്കുക, ഇത് ആർക്കാണ്? 2 പേരും ഒരുമിച്ചാ പറഞ്ഞത്. നടാഷയും ഡാലിയും ഒരുമിച്ച് അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ പെട്ടെന്ന് ആ പ്ലേറ്റ് അവിടെ നിന്ന് പൊക്കിയെടുത്തു. ഡാലിയും നടാഷയും ശരിക്കും ആകാംക്ഷയോട് കൂടി അവർ ആർക്കാ പ്ലേറ്റ് കിട്ടുമെന്ന് നോക്കുമ്പോ വല്ലാത്ത കൗതുകത്തോടുകൂടി കാറ്റ്ലിനും മാക്സിംസും ആ രംഗത്തിലേക്ക് നോക്കുമ്പോ ഡസ്റ്റിൻ അതിവേഗം ആ മുട്ട മുഴുവൻ അങ്ങ് തിന്നു. മുട്ട മുഴുവൻ തിന്നു തീർന്നതും ഡസ്റ്റിൻ അവരോട് പറഞ്ഞു, നല്ല രുചി കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ഡസ്റ്റിൻ ആ പ്ലേറ്റുമായി കിച്ചന്റെ ഭാഗത്തേക്ക് നടന്നു. നടാഷയ്ക്കും ഡാലിയയ്ക്കും ആ കാഴ്ച അല്പം സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും നടാഷയ്ക്ക് കിട്ടാത്തതിൽ ഡാലിയും ഡാലിക്ക് കിട്ടാത്തതിൽ നടാഷയ്ക്കും ഒരുപോലെ സന്തോഷമാണ്. ഡസ്റ്റിൻ പ്ലേറ്റ് കൊണ്ടുവച്ച് വാ കഴുകി അങ്ങോട്ട് വന്നതും ഡാലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഞാനൊരു സഹായം ചോദിച്ചു വന്നാണേ. ഡാലിയ, എന്താ സഹായം വേണ്ടേ? ഡസ്റ്റിൻ, എന്റെ ഒരു ബന്ധു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അവർക്ക് ഡസ്റ്റിന് ഒരു സഹായം വേണം. അത് കേട്ടതും നടാഷ ഡാലിയോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന എന്ത് സഹായം വേണ്ടേ? അവിടെ ഡോക്ടേഴ്സ് ഇല്ലേ? നടാഷ നോക്ക്, ഇത് വേറെ കാര്യമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഡാലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, അവരെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഒക്കെ പരിശോധിച്ചതാണ്. പക്ഷെ അവർക്ക് അങ്ങോട്ട് രോഗം പിടികിട്ടുന്നില്ല. ഡസ്റ്റിൻ വന്നാൽ ചിലപ്പോൾ ഒരു പരിഹാരം ആയേക്കും. ഡാലിയ അത് പറഞ്ഞപ്പോ ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഓക്കെ, എന്നാ ഞാൻ വരാം. ഡസ്റ്റിൻ സമ്മതിച്ചതും ഡാലിയ പെട്ടെന്ന് ഡസ്റ്റിനെ കൈ പിടിച്ച് പുറത്തേക്ക് അടക്കുകയാണ്. ഡസ്റ്റിനെ കൈ പിടിച്ച് ഡാലിയൻ നിക്കോൾസൺ ഡസ്റ്റിനുമായി പുറത്തേക്ക് പോകുമ്പോ എന്തോ നഷ്ടപ്പെട്ട ഒരു പ്രതീതി നടാഷയ്ക്കുണ്ട്. നടാഷ കാരണം നോക്കുന്നെന്ന് മനസ്സിലായതും ഡാലിയൻ നിക്കോൾസൺ ഡസ്റ്റിനോട് കുറച്ചുകൂടെ ചേർന്ന് നടക്കുകയാണ്. അവളുടെ സ്വന്തമായിരുന്ന ഡസ്റ്റിന്റെ പുറത്ത് തട്ടി നടക്കാൻ അവൾക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഡസ്റ്റിനുമായി അവൾ വേഗം കാറിന് അടുത്തെത്തി. ഡസ്റ്റിനെ കാറിലേക്ക് കയറ്റിയതും ഡാലിയ ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ഡസ്റ്റിന് എന്താ സംഭവം? നടാഷ എങ്ങനെ ഡസ്റ്റിന്റെ ബെഡ്റൂമിലെത്തി? അവൾ നടാഷയെ കണ്ട നിമിഷത്തിൽ ചോദിക്കണമെന്ന് കരുതിയ ചോദ്യമാണ്. കാറിൽ കയറിയപ്പോഴാണ് ഡസ്റ്റിനോട് ചോദിച്ചത്, ഏയ് ഡാലിയ, നീ കരുതും പോലെ ഒന്നുമില്ല. ഇന്നലെ നടാഷയ്ക്ക് പരിക്ക് പറ്റി, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പരിക്ക് പറ്റിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ പോരെ? അവിടെ എന്താ ഇവിടെ കൊണ്ടുവന്നത്? ഡാലിയ, രാത്രി ആയിപ്പോയത് കൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തതാണ്. ഡസ്റ്റിൻ, ഇവിടെ അങ്ങനെ രാത്രി ആളെ അഡ്മിറ്റ് ചെയ്യുന്നതല്ലോ. ഡാലിയ പിന്നെയും അങ്ങനെ കുത്തി കുത്തി ചോദിക്കുകയാണ്. ഡാലിയ, ഇന്നലെ പിന്നെ അങ്ങനെ പറ്റിപ്പോയി. നീ വിചാരിക്കും പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഡാലിയ എന്താണ് വിചാരിക്കുന്നതെന്ന് ഡസ്റ്റിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഡസ്റ്റിൻ ആ വാക്ക് വീണ്ടും വീണ്ടും പറയുന്നത്, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഡസ്റ്റിൻ കള്ളം പറയില്ല എന്നുള്ള കാര്യം ഡാലിയക്ക് അറിയാവുന്നത് കൊണ്ട് ഡാലിയ ഒന്നും വേണ്ടിയില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ ഹോസ്പിറ്റലിലെത്തി. ഡാലിയുടെ ഒരു ബന്ധുവാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാണ് ഡാലിയ ഡസ്റ്റിനെ കൊണ്ടുവന്നത്. മുറിയിലേക്ക് കയറിയ ഡസ്റ്റിനും മുറിക്കകത്തുണ്ടായിരുന്ന ആളുകളും ഒരുപോലെ ഞെട്ടുകയാണ്. അകത്ത് കിടക്കുന്നത് സാക്ഷാൽ ജെയിൻ നിക്കോൾസൺ ആണ്. ജെയിന്റെ അടുത്ത് നിൽക്കുകയാണ് ഡക്കോട്ട നിക്കോൾസൺ. തലേ ദിവസം ഡസ്റ്റിൻ അടി കൊടുത്ത ആ 2 സ്ത്രീകളുമാണ് അകത്തുള്ളത്. അവിടെ പിന്നെ ഉള്ളത് ഡാലിയുടെ അമ്മ ഫ്ലോറൻസ് ആണ്. ഡസ്റ്റിനെ കേട്ടതും ഡക്കോട്ടയും ജെയിനും ഒരുപോലെ പൊട്ടിത്തെറിക്കുകയാണ്. ഏയ് ഡാലിയ, ഇവനെന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ഏയ് ഡക്കോട്ട, ഡസ്റ്റിൻ നല്ല ഡോക്ടറാണ്. നല്ല ഡോക്ടറോ? ഇവനൊന്നും തന്നെ ചികിത്സിക്കണ്ട. അതെ, അമ്മ ചികിത്സിക്കാൻ ഇയാൾ വേണ്ട. ആ സ്ത്രീകൾ രണ്ടും അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഏയ്
ഇവരെ ചികിത്സിക്കാനാണെങ്കിൽ ഞാനുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ തിരിഞ്ഞതും ഡാലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ പ്ലീസ്, ഇവർ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. ഡാലിയ, നീ പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ വന്നത്. പക്ഷെ അവര് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഏയ് ഡസ്റ്റിൻ, നീ എന്റെ അമ്മയെ തല്ലിയത് കൊണ്ടാണ് അമ്മയ്ക്ക് അസുഖം വന്നത്. ഗ്ലൻസ്റ്റഡിലെ നിക്കോൾസൺ കുടുംബത്തിൽ നിന്ന് സ്വിൻഡനിലെത്തിയ ആ ജെയിൻ നിക്കോൾസനെ ഡസ്റ്റിൻ തല്ലി എന്ന് ഡക്കോട്ട പറഞ്ഞത് ഫ്ലോറൻസിന് ഒരു ഞെട്ടലുണ്ടാക്കുകയാണ്. ഡാലിയ ഒന്ന് ഞെട്ടി. ഏയ് ഡസ്റ്റിൻ, നീ ഇവരെ തല്ലിയോ? ആന്റി, ഇവരാരായാലും തല്ലിപ്പോവും. ഇന്നലെ എന്റെ മെഡിക്കൽ സെന്ററിൽ സമീപത്ത് വെച്ച് ഇവര് കാറ് വെട്ടിത്തിരിച്ച് ഒരു കാറെ കൊണ്ട് ഇടിച്ചിട്ട് ആ കാറുകാരെ തല്ലാൻ നിന്നാൽ ആരായാലും ഇവരെ തല്ലില്ലേ? ഡസ്റ്റിൻ പെട്ടെന്ന് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോ ഡക്കോട്ട ഡസ്റ്റിനോട് പറഞ്ഞു, നോക്കെ, ഞങ്ങളെ ഗ്ലൻസ്റ്റഡിൽ നിന്ന് വരുന്നവരാണ്. ഗ്ലൻസ്റ്റഡിലെ നിക്കോൾസൺകാർക്ക് എന്ത് ചെയ്യാം? ആരും ചോദിക്കത്തില്ല. ഏയ്, ഇതാ നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി ധാരണയില്ല. നിങ്ങൾ വലിയ സംഭവമാണെന്ന് സ്വയം കരുതിയാൽ ആളുകൾ തല്ലിപ്പോവും. ഡക്കോട്ടയ്ക്കും ജെയിനും ശരിക്കും ദേഷ്യം വരികയാണ്. ഡസ്റ്റിൻ അവരെ നോക്കിയിട്ട് ഡാലിയോട് പറഞ്ഞു, ഡാലിയ, ഇത് ശരിയായില്ല, ഞാൻ ഇറങ്ങുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് വാതിലിന് നേരെ നടന്ന ഡസ്റ്റിൻ വാതിലിൽ അവിടെ എത്തി ഒന്ന് തിരിഞ്ഞ് ജെയിനോടായി പറഞ്ഞു, ഞാന് ഇന്നലെ പറഞ്ഞ കാര്യം മറക്കണ്ട. ഇന്ന് നിങ്ങൾക്ക് തലവേദനയാണ്, നാളെ നിങ്ങൾ ഛർദിക്കും, മറ്റന്നേ നിങ്ങൾ പാരാലിസാവും, സ്തംഭിച്ചു, നിങ്ങളുടെ കഴുത്തിന് താഴോട്ട് അനങ്ങത്തില്ല, ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും. ശരിക്കും ശപിക്കും പോലെയുള്ള ഡസ്റ്റിൻ റയസിന്റെ ആ വാക്കുകൾ വല്ലാത്തൊരു അന്തരീക്ഷമാണ് ആ മുറിയിൽ ഉണ്ടാക്കിയത്. ഡസ്റ്റിൻ എന്തായി പറയുന്നത്? ഡാലിയ അന്തവിട്ട് അവർ ചോദിക്കുമ്പോൾ ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഞാന് അവരുടെ അസുഖം എന്താണെന്ന് ഇന്നലെ അവരോട് പറഞ്ഞതാണ്. ആ അസുഖം ചികിത്സിച്ചില്ലെങ്കിൽ ഇവര് ഞാൻ പറഞ്ഞതൊക്കെ അനുഭവിക്കും. ഡസ്റ്റിൻ റയസ് ഈ പറഞ്ഞ കാര്യം തലേ ദിവസം ആ അടി ഉണ്ടായ സമയത്തും ഡസ്റ്റിൻ ആ ലേഡിയോട് പറഞ്ഞതാണ്. പറഞ്ഞതുപോലെ അവർക്ക് ഇന്ന് ശക്തമായി തലവേദന അനുഭവപ്പെടുകയാണ്. ആദ്യത്തെ ദിവസം ശരിക്കും ശക്തമായി തലവേദന അനുഭവപ്പെടും, പിറ്റേ ദിവസം നന്നായി ഛർദ്ദിക്കും, മൂന്നാമത്തെ ദിവസം ശരീരം സ്തംഭിക്കും, നാലാമത്തെ ദിവസം അവര് മരിക്കും. ഇതാണ് ഡസ്റ്റിൻ പ്രവചിച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ മുറിന്ന് പുറത്തിറങ്ങിയതും ശരിക്കും ഒരു ഞെട്ടൽ ആ മുറിയിലുണ്ട്. ഡസ്റ്റിൻ അതിവേഗം പുറത്തേക്ക് പോകുമ്പോൾ അമ്പരന്ന് പോയ ഡാലിയ നേരെ പുറകെ ഓടി. ഡസ്റ്റിൻ നടന്ന് അയാളുടെ വാഹനത്തിനടുത്ത് എത്തിയപ്പോ ഡാലിയ ഓടി ഡസ്റ്റിന് അടുത്തെത്തി. ഡസ്റ്റിൻ പ്ലീസ്, അങ്ങനെ പോവാതെ. ഡാലിയ, നീ വിളിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. ഡസ്റ്റിൻ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് തമ്മിൽ സംസാരിക്കാനുണ്ട്. എനിക്ക് ഡസ്റ്റിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഡസ്റ്റിനെ വിളിച്ചത്. ഡാലിയ, നീ വിളിക്കുമ്പോൾ ഞാൻ വരും, അത് സംശയമൊന്നുമില്ല. പക്ഷെ ഇത്തരം ആളുകൾക്ക് വേണ്ടി നീ എന്തിനാ സംസാരിക്കുന്നത്? ഡസ്റ്റിൻ, ഞാൻ പറഞ്ഞല്ലോ അവർ ഗ്ലൻസ്റ്റഡിൽ നിന്നുള്ള നിക്കോൾസൺ കുടുംബത്തിലെ ആളുകളാണ്. അവരെന്തോ കാര്യമായിട്ട് വന്നിരിക്കുകയാണ്. അവരെ അങ്ങനെ പിണക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാൻ ഡസ്റ്റിനെ വിളിച്ചത്. ഡാലിയും ഡസ്റ്റിനും കൂടി അങ്ങനെ സംസാരിക്കുമ്പോൾ ഡാലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നമുക്ക് രാത്രി ഹിൽവ്യൂ റെസ്റ്റോറന്റിൽ ഒരു ഡിന്നർ കഴിച്ചാലോ? ഡാലിയ ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോ ഡസ്റ്റിനും സന്തോഷമായി. ഡസ്റ്റിൻ പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ രാത്രി 8 മണിക്ക് കാണാം. ഇന്ന് ഞാൻ തിരക്കാണ്, നമുക്ക് നാളെ രാത്രി 8 മണിക്കായാലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളെ രാത്രി 8 മണിക്ക്. ഡാലിയ നിക്കോൾസണും ഡസ്റ്റിൻ റയസും പിറ്റേന്ന് രാത്രി 8 മണിക്ക് ഹിൽവ്യൂ റെസ്റ്റോറന്റിൽ വെച്ച് കാണാമെന്ന് സംസാരിച്ച ആ നിമിഷത്തിൽ ഡക്കോട്ട ഓടി അങ്ങോട്ട് വന്നു. അവളുടെ അമ്മ പറഞ്ഞ അനുസരിച്ചാണ് അവൾ ഓടി വന്നത്. ശരിക്കും നന്നായിട്ട് അവർക്ക് തല വേദനിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് അവൾ ഓടി വന്നത്. അവൾ ഓടി ഡസ്റ്റിന് അടുത്ത് വന്ന് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നീ ഇപ്പൊ തന്നെ അമ്മ ചികിത്സിക്കണം. ഞാൻ ചികിത്സിക്കാനോ? എന്തിന്? ഡസ്റ്റിൻ, എന്റെ അമ്മ ചികിത്സിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ നീ ചികിത്സിക്കണം. ഓക്കെ, നീ പറയുമ്പോൾ ചികിത്സിക്കാൻ ഞാൻ നിന്റെ ഒരു അടിമയൊന്നുമല്ല. മര്യാദയ്ക്ക് സംസാരിച്ചാൽ കാര്യങ്ങൾ ആലോചിക്കും. ഏയ് ഡസ്റ്റിൻ, നീ അത്ര വലിയ ആളൊന്നും ആകണ്ട. ഞാൻ ആരെന്ന് നിനക്കറിയാവോ? നീ ആരാണെങ്കിലും എനിക്കെന്താ? അങ്ങനെ ഡസ്റ്റിൻ പറയുമ്പോ ആ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലേക്ക് ഒരു നിര വാഹനങ്ങൾ കയറി വരുന്നത് ഡാലിയ നിക്കോൾസണും ഡക്കോട്ടയൊക്കെ കണ്ടു. വരുന്നത് മിലിറ്ററി വാഹനങ്ങളാണ്. മിലിറ്ററി വാഹനങ്ങൾ എന്തിനാ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്? മിലിറ്ററിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ഡക്കോട്ടയുടെയും ഡാലിയുടെയൊക്കെ മനസ്സിലുണ്ട്. 10ഓളം വാഹനങ്ങളാണ് ആ കോമ്പൗണ്ടിലേക്ക് വന്നത്. ഡാലിയും ഡക്കോട്ടയും ലേശം അമ്പരപ്പോടുകൂടി ആ വാഹനങ്ങളെ നോക്കുമ്പോൾ ആ വാഹനങ്ങൾ അവർ നിൽക്കുന്നതെന്ന് ഏതാനും അടി മാറി വന്ന് പാർക്ക് ചെയ്തു. കൗതുകത്തോടെ ഡാലിയും ഡക്കോട്ടയും ആ വാഹനങ്ങളെയും ആ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളെ നോക്കുമ്പോൾ അതിൽ നിന്ന് പട്ടാളക്കാർ പുറത്തേക്ക് ഇറങ്ങി. ആ പട്ടാളക്കാർ പുറത്തേക്ക് ഇറങ്ങിയതും ഏറ്റവും മുന്നിലെ വാഹനത്തിലുണ്ടായിരുന്ന ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ഡസ്റ്റിന് നേരെ നടന്നു വന്നു. ഏയ്, നിങ്ങളല്ലേ ഡസ്റ്റിൻ റയസ്? അതെ, ഞാനാണ് ഡസ്റ്റിൻ റയസ്. അങ്ങനെ ഡസ്റ്റിൻ പറഞ്ഞതും ആ ഉദ്യോഗസ്ഥൻ അയാളുടെ പുറകെ നിൽക്കുന്ന പട്ടാളക്കാരെ നോക്കി. ആ നിമിഷത്ത് തന്നെ ആ പട്ടാളക്കാർ ഓടി വന്ന് ഡസ്റ്റിനെയും ഡക്കോട്ടയും ഡാലിയും അങ്ങ് വളഞ്ഞു. ശരിക്കും ആ ടീം വളയപ്പെടുകയാണ്. ആ പട്ടാളക്കാരുടെ കയ്യിലുള്ള ഗണ്ണുണ്ട്. ഗണ്ണുകൾ ചൂണ്ടി ആ 3 ടീമിനെ ആ പട്ടാളം വളഞ്ഞപ്പോ ഡാലിയും ഡക്കോട്ടയും അമ്പരന്ന് നിൽക്കുകയാണ്. ഡസ്റ്റിന്റെ മുഖത്ത് ഒരു ഭാവവുമില്ല. മിസ്റ്റർ ഡസ്റ്റിൻ റയസ്, നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ്. ആ ഉദ്യോഗസ്ഥൻ അങ്ങനെ പറഞ്ഞതും
ഡാലിയ അമ്പരപ്പോടെ ഉദ്യോഗസ്ഥർ ചോദിച്ചു, എന്തിനാ ഡസ്റ്റിനെ അറസ്റ്റ് ചെയ്യുന്നത്? ഡസ്റ്റിൻ ചില കുറ്റങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഡസ്റ്റിൻ എന്ത് കുറ്റം ചെയ്തെന്ന് ഡാലിയ എടുത്ത് ചോദിക്കപ്പോ ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ സാരമില്ല, ഞാൻ ഇവരോടൊപ്പം പോയിട്ട് വരാം. അപ്പോ നാളെ രാത്രി 8 മണിക്കുള്ള പാർട്ടി മറക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ പെട്ടെന്ന് ആ പട്ടാളക്കാർക്കൊപ്പം നടന്നു. തികച്ചും അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് അവിടെ ഉണ്ടായത്. ഡാലിനെ കുറിച്ച് ശരിക്കും അമ്പരന്നിരിക്കുകയാണ്. അവൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോ പട്ടാളക്കാർ ഡസ്റ്റിനെ അവരുടെ വണ്ടിയിലേക്ക് കയറ്റി. ആ 10ഓളം വരുന്ന വാഹനം അതിവേഗം ഹോസ്പിറ്റലിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് നീങ്ങുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ ഡസ്റ്റിൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമന്റ് ചെയ്യണം. താങ്ക് യു.